അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അടിയനർപ്പിച്ച കൃപാന്റെ ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിലെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും
നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ വരും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടവും നമ്മുടെ താല്പര്യവും ഈ ചിലപ്പോൾ വാളും പരിചയം പോലെ പരസ്പരം വിരുദ്ധമായിരിക്കും. വാൾ വെട്ടാനും പരിചയം തടയാനുമാണല്ലേ. അത് ഒരുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള വിരുദ്ധമായ ആശയങ്ങൾ, ദൈവത്തിൻ്റെ മനസ്സൊന്ന്, നമ്മൾ നേരെ എതിരാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും നമ്മൾ? അത് ഞാൻ എന്താ പറയാൻ കാര്യം അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ താബോർ മല കണ്ടില്ലേ? താബോർ മല കണ്ടപ്പോൾ താബോർ മല എന്താ സംഭവിക്കണത് നമ്മൾ കണ്ടതാ. എന്നാൽ ഞാൻ ജസ്റ്റ് ഓർപ്പിക്കുക. കർത്താവ് താബോർ മലയിൽ വന്നപ്പോൾ യാക്കോബ് യോഹന്നാൻ പത്രോസിനെ കൂട്ടിക്കൊണ്ട് മുകളിൽ പോയി. കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ അവൻ രൂപാന്തരപ്പെട്ടു. ദൈവിക രൂപം, യഥാർത്ഥ ദൈവിക രൂപം അപ്പോസ്തലന്മാർ കണ്ടു. അപ്പോസ്തലന്മാർ പറഞ്ഞെന്താണ്? അവർ പരിഭ്രമിച്ചു പോയി, വിസ്മയിച്ചു പോയി പറഞ്ഞു, ഞങ്ങൾ 17:4 പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്. എന്ത് പറയാനാണിത്? കാര്യം എന്താ പ്രശ്നം? ഇതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. സ്വന്തം കൂടാരം തന്നെ, ഭൂമിയിലെ കൂടാരം പൊളിക്കാനാണ് മുകളിൽ നിന്ന് ഓർഡർ വന്നിരിക്കുന്നത്. അത് ഇവർക്ക് അറിയത്തില്ലല്ലേ. കർത്താവിൻ്റെ ഭൂമിയിലെ കൂടാരം പൊളിച്ച് നീക്കപ്പെടാൻ പോവുകയാണ്. അതിൻ്റെ ഓർഡറാണ് മുകളിൽ നിന്ന് വന്നിരിക്കുന്നത്. മോശെ ഏലിയായി അവനോട് പറഞ്ഞു, കൂടാരം പൊളിക്കാൻ സമയമായി കേട്ടാന്ന് പറഞ്ഞു. അതറിയണമെങ്കിലേ നിങ്ങൾ ആ 9:30 വായിക്കണം. ഈ താബോറിൻ്റെ സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ലൂക്കാത് കാര്യം പറയുന്നുണ്ട്. 9:30-31 വായിച്ചു ലൂക്കാട് സുവിശേഷം. അപ്പോൾ രണ്ടുപേർ മോശയും ഏലിയായും അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. എന്താണ് സംസാരിച്ചത് നോക്കിയേ? അവർ മഹത്വത്തോടെ കാണിക്കപ്പെട്ടു. അടുത്ത് തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവന്റെ കടന്നുപോകലിനെ കുറിച്ചാണ്, അവന്റെ മരണത്തെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പൊ മനസ്സിലായില്ലേ? അവന്റെ കൂടാരം ഭൂമിയിൽ നിന്ന് പൊളിച്ചു മാറ്റപ്പെടുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത്. അവന്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കാണ് കൂടാരം എന്ന്. കാര്യം അവരുടെ ജീവിതമായിരുന്നല്ല. അതിന്റെ പശ്ചാത്തലത്തിൽ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ കൂടാരം പൊളിക്കുന്നു എന്നുള്ള അതാണ് അറിയണമെങ്കിലേ ഈ ഐസയ്യാ 38:12 വായിച്ച്. ആട്ടിടയന്റെ കൂടാരം പോലെ എന്റെ ഭവനം എന്നിൽ നിന്ന് പറിച്ചു മാറ്റിയിരിക്കുന്നു. ഈശോയുടെ ഭവനം, ഈശോയുടെ ഭൂമിയിലെ ജീവിതം പറിച്ചു മാറ്റുന്നു. നെയ്ത്തുകാരനെ പോലെ എന്റെ ജീവിതം ഞാൻ ചുരുട്ടിയിരിക്കുന്നു. എല്ലാം അവസാനിപ്പിക്കുന്നു. നെയ്ത്ത് അവസാനിപ്പിച്ച് ചുരുട്ടുകയാണ്. തറയിൽ നിന്ന് അവിടുന്ന് എന്നെ മുറിച്ചു നീക്കി. പകലും രാത്രിയും മുറിച്ചു നീക്കി. എന്നുവെച്ചാൽ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു മാനസികാവസ്ഥയിലാണ് ഈശോ ഇറങ്ങി വരണത്. ഈശോ താബോറിലുള്ളത്. ഈശോയുടെ കൂടാരം തന്നെ ഈശോയ്ക്ക് പിതാവിൻ്റെ പക്കലേക്ക് പോകാൻ സമയമായി. കർത്താവിൻ്റെ ഭൂമിയിലെ കൂടാരം പൊളിച്ചു മാറ്റപ്പെടുകയും പാവ് വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു. ആ സമയത്താണ് ഇവിടെ കുറേ അണ്ണന്മാർ പറയണത്, ഞങ്ങൾ 3 കൂടാരം ഇവിടെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ മനുഷ്യൻ്റെ ആഗ്രഹവും ദൈവിക നിയോഗവും തമ്മിൽ ശരിക്കും അങ്ങ് കയറി കടിക്കുന്നുണ്ട്. നടക്കത്തില്ല, വിരുദ്ധമായിപ്പോയി. അങ്ങനെ വിരുദ്ധമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടം ഒന്ന്, നമ്മളുടെ ഇഷ്ടം വേറെ ഒന്ന്. അങ്ങനെ എപ്പോഴും സംഭവിക്കും. ഞാൻ ഇന്നലെ ഒരു മരിപ്പിന് പോയി. 41 വയസ്സേ ഉള്ളു. പണ്ട് അവൻ്റെ കുഞ്ഞുനാളിലൊക്കെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നായിരുന്നു. പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു. അവൻ്റെ അപ്പനാണെങ്കിൽ അവിടെ നിന്നിട്ട് അവൻ്റെ അപ്പനാണ് ഭയങ്കര സങ്കടം. അദ്ദേഹം ഇങ്ങനെ ദുഃഖം കടിച്ച് അമർത്താൻ പറ്റാതെ ഇങ്ങനെ ആംഗ്യമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, ചൂണ്ടിക്കാണിക്കണം.
എന്ത് പറ്റി തന്നെത്താൻ തന്നെ ചോദിക്കണേ. വല്ലാത്തൊരു സീനായിപ്പോയി. ഞാൻ പിന്നെ അദ്ദേഹത്തെ പോയി സാന്ത്വനപ്പെടുത്തി. എന്നാലും അദ്ദേഹത്തിന് വയസ്സുണ്ട്. ഈ 40 വയസ്സിലെ മകൻ്റെ മരണം എങ്ങനെ സഹിക്കാം? അപ്പം ദൈവഹിതം ഒന്ന് വരുമ്പോൾ നമ്മുടെ ഇഷ്ടം വേറെ ആയിട്ട് തമ്മിലും ഒക്കെ പൊരുത്തപ്പെടുത്തില്ല. അപ്പം അങ്ങനെ പൊരുത്തപ്പെടാതെ ജീവിതത്തിൽ വരും. അങ്ങനെ പൊരുത്തപ്പെടാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ഈശോയ്ക്ക് സംഭവിച്ചത് അത് തന്നെയാണ്. പിതാവിൻ്റെ ഇഷ്ടം ഒന്ന്, ഈശോയുടെ ഇഷ്ടം ഒന്ന്. സാധ്യമെങ്കിൽ പാനപാത്രം എന്നെ കടന്നു പോട്ടെന്ന് ഈശോ പ്രാർത്ഥിക്കണില്ല. ജീവിതത്തിൽ മൊത്തം ഇതുണ്ട്, ഈ പാരഡോക്സ് ഉണ്ട്. ദൈവകൽപ്പന ഒന്ന്, ദൈവത്തിൻ്റെ ഇഷ്ടം ഒന്ന്, നമ്മുടെ ഇഷ്ടം നേരെ മറ്റൊന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവൻ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഉടനെ നിത്യപിതാവിൻ്റെ സ്വരമുണ്ട്. എന്താണ് ഈ അപ്പം പറയണത്? 17:5. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. അതാണ് വിഷയം. ഇങ്ങനെ അസന്നിഗ്ധമായ കഷ്ടം, ദൈവഹിതം ഒന്ന്, മനുഷ്യന്റെ ആഗ്രഹം വേറെ ഒന്ന്, തമ്മിൽ കൂട്ടുമുട്ടുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള തിരഞ്ഞെടുപ്പ് എന്താണ്? കർത്താവിൻ്റെ വചനം എന്താണ് അതിനെക്കുറിച്ച് പറയണത്? അതിനനുസരിക്കണം. അതാണ് ഒരു വിശ്വാസ തിരഞ്ഞെടുപ്പ്. ഇവനെ ശ്രവിക്കുവിൻ. ഈ വാക്ക് നേരത്തെ നമ്മൾ കേട്ടതല്ലേ? എവിടെ കേട്ട്? കർത്താവിനെ ന്യായസ്ഥാനപ്പെടുത്തുമ്പോൾ പിതാവ് വന്ന് ഈ സംസാരിച്ച് ഇതേ വാക്ക് ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹൂം ഐ ആം വെൽ പ്ലീസ്ഡ് എന്നല്ല പറഞ്ഞത്. പക്ഷെ ഇപ്പം എന്താ പറയണത്? ഇപ്പം പ്ലീസിങ് ഒന്നും അല്ല പറയണത്. ഇപ്പം എന്താ പറയണത്? ഞാൻ പ്രസാദിച്ചെന്നല്ല പറയണത്, നിങ്ങൾ അവനെ ശ്രമിക്കണമെന്ന്. ഈ അസന്നിഗ്ധമായ ഘട്ടത്തിൽ എൻ്റെ ഇഷ്ടത്തിനെതിരെ നിങ്ങളുടെ ഇഷ്ടം വരുമ്പോൾ നിങ്ങൾക്ക് മുമ്പിലുള്ള തിരഞ്ഞെടുപ്പ് എന്താണ്? ഈശോയെ ശ്രമിക്കണതാണ്. ഈശോ പറഞ്ഞ ആ മേഖലയിൽ ഈശോയുടെ വചനം എന്താണ്? അപ്പം നമ്മൾ സിമ്പിളല്ലേ? വിശ്വാസിയുടെ വെളിച്ചമാണ് വചനം എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിരുദ്ധമായ ദൈവിക ഇഷ്ടം വന്നാൽ, നമ്മുടെ ഇഷ്ടത്തിനെതിരെ ഒരു ദൈവ ഇഷ്ടമായിട്ട് വേറെ ഒരു നിയോഗം വന്നാൽ പിന്നെ നമ്മുടെ മുമ്പിലുള്ള തിരഞ്ഞെടുപ്പ് എന്താ? നമ്മുടെ ഇഷ്ടമല്ല, കർത്താവിൻ്റെ വചനമാണ് പാലിക്കേണ്ടത്. അങ്ങനെ പാലിക്കാൻ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹം തരട്ടെ. ഷാദ്, ഞാൻ എറണാകുളം ജില്ലയിലെ എളമക്കര എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 29/9/2024 ഇപ്പോൾ എൻ്റെ 5ാമത്തെ ഉടമ്പടിയിലാണ്. ഇതിനു മുൻപ് ഒരു സാക്ഷ്യം പറയാൻ അമ്മ മാതാവ് ഈശോയിലൂടെ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് സാക്ഷ്യം പറയാൻ ഇതുപോലെ ഞങ്ങൾ ഒരുക്കിയതിനും ഈ നിമിഷം ഇതുപോലെ സാക്ഷ്യം പറയാൻ ഈ പുണ്യ അൾത്താരയിൽ നിൽക്കുവാനുള്ള വലിയ കൃപ ലഭിച്ചതിനും അമ്മ മാതാവിനും ഈശോയിനും കോടാനുകോടി നന്ദി പറയുന്നു. ഇതിനു മുമ്പ് പറഞ്ഞ സാക്ഷ്യം പോലെ തന്നെ ഉടമ്പടിയിൽ വെച്ചിട്ടില്ലാത്ത നിയോഗത്തിലാണ് എനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത്. പക്ഷേ അത് ഉടമ്പടിയിലൂടെ തന്നെ ഞങ്ങൾ ചോദിക്കാതെ തന്നെ അമ്മ തന്ന ഏറ്റവും വലിയ കൃപയാണ്, ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇതിനു മുന്നേ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ രോഗസൗഖ്യ സാക്ഷ്യം ഇപ്പോൾ എനിക്ക് പറയാനുള്ളതും അതുപോലെ തന്നെയുള്ള സാക്ഷ്യമാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത, പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ കാര്യം അമ്മ നൽകി. ഞാനിവിടെ ഉടമ്പടി എടുത്തത് തന്നെ ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോഴാണ്. ആ സമയത്ത് വന്ന് ഉടമ്പടി എടുത്തപ്പോൾ വെച്ച നിയോഗം തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളുമാണ്. പക്ഷേ ഒരു ജോലിയോ മറ്റോ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല, രോഗസൗഖ്യം ചോദിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് അന്ന് രോഗസൗഖ്യം തന്ന് ഈ നിമിഷം വരെ ഞങ്ങളെ പൊന്നുപോലെ അമ്മ മാതാവ് പരിപാലിച്ചു കൊണ്ടുപോകുന്നു. ഈ നിമിഷം ദൈവമേ, ഞാൻ ഏറ്റവും കൂടുതൽ അമ്മയോട് നന്ദിയുള്ള മകളായിട്ട് നിൽക്കുകയാണ്. കാരണം ഞാൻ 18 വർഷം മുമ്പ് ഉപേക്ഷിച്ച എൻ്റെ കരിയർ, ഞാനൊരു MLT മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യനാണ് ആയിരുന്നു അന്ന്. ഇപ്പോൾ വീണ്ടും ഈ 18 വർഷത്തിന് ശേഷം ഞാൻ മറന്നുപോയി, ഞാൻ ഉപേക്ഷിച്ച് വിട്ട എൻ്റെ ഒരു ജീവിതം തിരികെ കിട്ടിയ പോലെ ഈ 4.5 മാസമായിട്ട് ഞാനിപ്പോൾ വീണ്ടും ഒരു ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. അത് ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ അമ്മ മാതാവ് വഴി ഈശോയോടാണ്. അമ്മയിലൂടെ ഈശോ തന്ന അനുഗ്രഹമായിട്ട് എനിക്കത് ബോധ്യപ്പെട്ടു. കാരണം എനിക്ക് ഈ ഒരു അവസരം വന്ന ഞാൻ എൻ്റെ ബർത്ത്ഡേയുടെ സമയത്താണ് ഞാൻ അമ്മയോട് എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് ഗിഫ്റ്റാണെന്നൊന്നും എനിക്ക് ആ സമയത്ത് മനസ്സിലായി
മനസ്സിലായില്ല. ആ ഒരു ടൈമിലാണ് എനിക്ക് ഇതുപോലെ ലാബിലേക്കുള്ള ഒരു വേക്കൻസി ഉണ്ട്, ബയോഡേറ്റ കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ട് എൻ്റെ എൻ്റെ വൈഫ് അനിയത്തി വഴിയാണ് ആ ലാബിലെ ഇൻചാർജ് അവളുടെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ അതുവഴിയാണ് ആ ഒരു ഇത് വന്നതെങ്കിലും എനിക്കൊട്ടും തന്നെ ധൈര്യമില്ലായിരുന്നു. കാരണം ഇത്രയും നാൾ ഗ്യാപ്പ്, 18 വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു സ്ഥലത്തും ജോലിക്ക് അതുപോലെ ഈ മെഡിക്കൽ ഫീൽഡിൽ കിട്ടാൻ യാതൊരുവിധ സാധ്യതയില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, അമ്മേ എനിക്കിത് അമ്മ തന്നതാണെങ്കിൽ എനിക്ക് കുറേയൊക്കെ ഈ ഒരു ഫീൽഡിനോട് ആ ഒരു ഇഷ്ടവും ഇതും ഒക്കെ പോയിരുന്നു. കാരണം ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് പോലും മറന്നുപോയി, ഇങ്ങനൊരു കാര്യം പഠിച്ചിട്ടുണ്ടെന്നുള്ളത് പോലും മറന്നിരിക്കുന്ന സമയമായിരുന്നു. മാതാവിനോട് ചോദിച്ച പ്രകാരം എനിക്ക് അടയാളങ്ങൾ കിട്ടി. കാരണം ഞാൻ ഇത്രയും ഗ്യാപ്പായിട്ട് ചെല്ലുമ്പോൾ തിരിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത് ഫെയിലായി പോരാൻ ഒരിക്കലും അമ്മ എനിക്ക് ഇടയാക്കരുത്. എനിക്ക് അമ്മ ഒരു അടയാളം തന്നെ. കാരണം ഇത് അമ്മ വഴിയാണെങ്കിൽ മാത്രമേ എനിക്ക് അത് തുടർന്ന് അതിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കയറിയതുപോലെ തന്നെ തിരിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഇറങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതും പ്രകാരം അവിടുത്തെ ഒരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്ത ഇൻചാർജ്, ലാബിൽ ഇൻചാർജ് മാലിനി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ഞങ്ങൾ തമ്മിൽ പുറത്ത് അപ്രതീക്ഷിതമായി കാണുകയും ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ഇന്ന പോലെ എനിക്ക് ഗ്യാപ്പുണ്ട്, എനിക്ക് ഒന്നും ചെയ്യാനെല്ലാം ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞപ്പോൾ ധൈര്യം തരികയും കുഴപ്പമില്ല ഞാനുണ്ടല്ലോ വാ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുകയും ഞാൻ അവിടെ ചെല്ലാനും എനിക്ക് അപ്പോഴാണ് അവിടെ മാലിന്യ ഉടമ്പടി എടുത്തതാണ്. അതുപോലെ അവിടെയുള്ള സീനിയറായിട്ടുള്ള ചേച്ചി ഉടമ്പടി എടുത്തതാണ്. ജസ്റ്റ് ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി അത് ഉടമ്പടിയിലേക്കാണ്. അതുവഴി ഉടമ്പടിയിലൊരു കൂട്ടായ്മ അവിടെ ഉണ്ടാകാൻ വേണ്ടിയാണ് അമ്മ എന്നെ വിളിച്ചതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അവിടെയുള്ള ആ ലാബിൽ ഇപ്പം ഞാൻ 4.5 മാസമായിട്ട് വർക്ക് ചെയ്യുന്നു. ഏറ്റവും സന്തോഷത്തോടു കൂടി എനിക്ക് ചെയ്യാൻ എന്താണോ പറ്റില്ല എന്ന് വിചാരിച്ചത് അത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മ എൻ്റെ കൈ പിടിച്ചു. എല്ലാ ദിവസവും ഞാൻ അവിടെ കയറുമ്പോൾ ഉപ്പിട്ട് വിശുദ്ധ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അവിടെ പാലിയേറ്റീവ് കെയറിൽ എനിക്ക് ആ കൂട്ടത്തിൽ അസിസ്റ്ററിൻ്റെ കൂടെ ആ സിസ്റ്ററും ഉടമ്പടി എടുത്തതാണ്. മേരി സിസ്റ്റർ, മാതാവിൻ്റെ പേരുള്ള സിസ്റ്ററാണ്. സിസ്റ്ററുടെ കൂടെ ഞാൻ പാലിയേറ്റീവ് കെയറിലും എനിക്ക് പോകാൻ പറ്റാറുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ കൊണ്ടുപോകുന്നത് ഞാൻ ഉദ്ദേശിക്കാത്തൊരു വഴിയിലൂടെയാണ്. ഒരിക്കലും ഞാൻ തിരിച്ച് ഇതിലേക്ക് പോകുമെന്ന് ചിന്തിക്കാത്തൊരു കാര്യത്തിലേക്കാണ് അമ്മ എന്നെ കൊണ്ടുപോകുന്നത്. ഏറ്റവും സന്തോഷത്തോടു കൂടി ഇപ്പോൾ 4.5 മാസമായിട്ട് ഞാൻ അതിൽ വർക്ക് ചെയ്ത് പോരുന്നു. അപ്പോൾ എന്നെ ഈ ഏറ്റവും സന്തോഷത്തോടു കൂടി ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന കാര്യം ചെയ്യാൻ അനുവദിച്ച അമ്മയ്ക്ക്, അതുപോലെ അവിടെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക്. എന്നെ ഒരു ചെറിയൊരു കൊച്ചിനെ പോലെ എന്ന പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും ഏറ്റവും സന്തോഷത്തോടെ സമാധാനത്തോടെ ജോലി ചെയ്യാൻ എനിക്ക് സാധിക്കുന്നു. കാരണം ഞാൻ ഒരു സ്ഥലത്തും കുറച്ച് നാളിലപ്പുറം തുടർന്ന് പോകുമെന്ന് എൻ്റെ വീട്ടുകാർക്ക് പേടിയുണ്ടായിരുന്നതാണ്. എപ്പോഴും അവിടെ കയറിയ സമയം തൊട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും സന്തോഷത്തോടെ 4.5 മാസം പൂർത്തിയാക്കാൻ അമ്മ അനുവദിച്ചതിനോർത്ത് കൊടാനുകോടി നന്ദി പറയുന്നു. അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് ഉടമ്പടിയിലൂടെ ഒത്തിരി വിശ്വാസമാണ്, അവർക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന സിനി ചേച്ചിയുടെ മരുമകൻ പുറത്തേക്ക് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് എന്നോട് പറഞ്ഞു. നീ മാതാവിൻ്റെ ആളല്ലേ, നീ പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞതിന് പ്രകാരം ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ആ ചേച്ചിയുടെ മരുമകന് അതുപോലെ അത് കഴിഞ്ഞ് 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും വിദേശത്തേക്ക് പോകാൻ പറ്റി. അതെന്നെ അവരോട് സന്തോഷത്തോടെ പറയുക, അവരിവിടെ വന്ന് നന്ദി പറഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് ഇതെൻ്റെ 2 മക്കളാണ്. മൂത്തയാൾ ശ്രീഭദ്ര, രണ്ടാമത്തെ ആൾ ശ്രീയ. ഇവർ 2 പേരുടെ സാക്ഷ്യം ഞാൻ ഇതിന് മുന്നേ രോഗസൗഖ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ശ്രീഭദ്രയുടെ ഒരു രോഗസൗഖ്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അവൾക്ക് ഞങ്ങൾ ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞ ടൈമാണ്. ആ സമയത്ത് ചെവിയിലൊരു ഇൻഫെക്ഷൻ വരികയും അത് ഡോക്ടറെ കാണിച്ചപ്പോൾ അത് ഇയർ ഡ്രമ്മുമായിട്ട് ബെൻഡായി, അങ്ങനെയുള്ള ചെറിയ പ്രശ്നമാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അത് ഒരു പ്രൊസീജിയറിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ, നോർമലായിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയും അത് ആ രീതിയിൽ ഡോക്ടർ ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇതൊന്നുമല്ലാതെ അവൾക്ക് ഒരു ദിവസം അവൾ കണ്ടിന്യൂസ് ആയിട്ട് തലവേദന ഉണ്ടാകുമായിരുന്നു, എപ്പോഴും തലവേദന ഉണ്ടാകുമായിരുന്നു. അത് കണ്ണിൻ്റെ പ്രശ്നമാണെന്ന് കരുതി അവൾക്ക് കണ്ണടയൊക്കെ വെച്ചിട്ടുള്ളതാണ്. അവളൊരു 9th സ്റ്റാൻഡേർഡ് മുതൽ കോവിഡ് കഴിഞ്ഞ് കോവിഡിന് ശേഷം അവൾക്ക് കണ്ണട വെക്കേണ്ടി വന്നു. അതിനൊക്കെ ശേഷം തലവേദന എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകും ആൾക്ക്. അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ നിരന്തരം ഉടമ്പടിയിലൂടെ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൽ പ്രകാരം ഒരു ദിവസം രാവിലെ ഞാൻ ഇവളുടെ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് ഇവളുടെ ചെവിയിലൂടെ ഒത്തിരി ഒരു ഫ്ലൂയിഡ് പോലെ ഇവളുടെ ചെവിയിൽ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിൽ ബ്ലഡ്
ബ്ലഡിൻ്റെ അംശവും ഉണ്ട്. ഇങ്ങനെ ഫ്ലൂയിഡ്, പില്ലോയും ബെഡും നനയുന്ന രീതിയിൽ അത്രത്തോളം ഒരു ബക്കറ്റിൽ എന്തോരം കൊള്ളാം ആ രീതിയിലുണ്ടെന്ന് വേണം പറയാൻ. കാരണം ബെഡും നനഞ്ഞു, പില്ലോ നനഞ്ഞു, ആകെ നമ്മൾ പേടിപ്പിക്കുന്ന രീതി. പക്ഷേ അത് ഡോക്ടറിനെ കണ്ടപ്പോൾ അത് ചെവിയിൽ ഇൻഫെക്ഷൻ അല്ല, വേറെ എന്തോ പ്രശ്നമാണ്, നിങ്ങൾ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഡോക്ടറിനെ കാണിക്കണം, ന്യൂറോ ആരെങ്കിലും കാണിക്കണം എന്നാണ് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തു. പക്ഷേ ഞാൻ മാതാവിനോടാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ അവൾക്ക് അന്ന് അവിടെ അമ്മ ചെയ്തത് വലിയൊരു സർജറിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് പ്രാർത്ഥനയിലൂടെ അവളുടെ ഒരു പിക്ചർ അമ്മ കാണിച്ചു തന്നു. അവളിങ്ങനെ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നും അമ്മയാണ് തലേ ദിവസം ഞാൻ ഇവളുടെ റൂമിലേക്ക് പോകാൻ ചിന്തിച്ചപ്പോൾ അവിടെ അമ്മയുണ്ട്. അമ്മയുടെ ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തു. അമ്മയെ കാണുവാൻ ധൈര്യമുണ്ടെങ്കിൽ, പേടിക്കാതെ കാണുവാൻ പറ്റുമെങ്കിൽ മാത്രം ആ മുറിയിലേക്ക് പോയാൽ മതി എന്നെൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്ന പോലെ ഞാൻ ആ മുറിയിലേക്ക് പെട്ടെന്ന് പോയില്ല. പിറ്റേ ദിവസമാണ് ഇങ്ങനെ ഈ ഫ്ലൂയിഡ് വന്നത്. പക്ഷേ അതിന് ശേഷം ഇന്ന് വരെ അവൾക്ക് തലവേദന ഉണ്ടായിട്ടില്ല. അമ്മ അത് അവൾക്ക് കൊടുത്ത രോഗസൗഖ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനത് ഇതിന് മുന്നത്തെ സാക്ഷ്യത്തിൽ അന്ന് പറഞ്ഞ സാക്ഷ്യത്തിൽ പറയേണ്ടതായിരുന്നു. അത് വിട്ടുപോയത് കൊണ്ട് തന്നെ എന്നെ വീണ്ടും വീണ്ടും അമ്മ ഇത് ഓർപ്പിക്കുമായിരുന്നു, സാക്ഷ്യം പറയുമ്പോൾ ഇത് പറയണമെന്ന്. അതുപോലെ തന്നെ പിന്നെ എനിക്ക് പറയാനുള്ള എൻ്റെ മകളുടെ തന്നെ അനുഭവമാണ്. അവൾക്ക് ഈ ഒരു പ്രശ്നങ്ങൾ, രോഗങ്ങളും കാര്യങ്ങളും ഉണ്ടായ സമയത്ത് +1 ആയിരുന്നപ്പോൾ ഇവൾ പ്രൊഫഷൻസി എന്ന് പറഞ്ഞ ഇവർക്കൊരു അവാർഡുണ്ട്. അതിന് വേണ്ടി ഇവൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. ആ സമയത്ത് ഇവൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നതുകൊണ്ട് ആ ഒരു ടോപ്പറായിട്ടുള്ള ആ ഒരു അവാർഡ് അവൾക്ക് കിട്ടിയില്ല +1. അപ്പോൾ അവൾക്ക് അതൊരു ഭയങ്കരമായിട്ട് മാനസികമായി ഒത്തിരി വിഷമം ഉണ്ടാക്കിയതാണ്. ഞാൻ അപ്പോൾ അത് നിയോഗമായിട്ടൊന്നും വെച്ചില്ലെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ പ്രാർത്ഥന ഉണ്ടായി, അമ്മേ അവൾ ആഗ്രഹിച്ചതാണ്, അവൾക്ക് അമ്മ കൂടെ ഉണ്ടെന്നൊരു ബോധ്യം കൊടുക്കുവാൻ, അവളുടെ കൂടെ അമ്മ ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനും വേണ്ടി അവൾക്ക് എക്സാം എല്ലാം അറ്റൻഡ് ചെയ്യാനും ഈ പ്രാവശ്യം ആ അവാർഡ് അവൾക്ക് കിട്ടുവാനിടയാകണമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചിരുന്നു. ഉടമ്പടി പ്രാർത്ഥനകളിലും സായന പ്രാർത്ഥനകളിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളിലും പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ ആ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ ഈ പ്രാവശ്യം പ്രൊഫഷൻസിയുടെ അവാർഡ് കിട്ടുവാനും അമ്മ മാതാവ് അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറയുന്നു. എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ആഴ്ചയിലും ജനറൽ ഹോസ്പിറ്റൽ ക്യാൻസർ വാർഡിൽ പോകാറുണ്ട്. അവിടുത്തെ ഓരോ രോഗികളെയും സമയമെടുത്ത് കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ ഒരു 4:30-5 മണിക്ക് ആ വാർഡിലേക്ക് കയറിയാൽ ഒരു 7:30 ആകുമ്പോഴാണ് അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്നത്. അതുപോലെ സമയമെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് അമ്മ പറഞ്ഞ എണ്ണ മാത്രം ആദ്യം 15 പൊതി ഭക്ഷണം കൊണ്ടുപോകായിരുന്നു. അപ്പോൾ അവിടെ ആൾക്കാർക്ക് തികയാതെ വന്നു. വീണ്ടും അതൊരു 20 ആക്കി. അപ്പോഴും അമ്മ ഒരു സംഖ്യ പ്രാർത്ഥിച്ച് എനിക്കൊരു സംഖ്യ പറഞ്ഞു തരണമെന്ന്. അങ്ങനെ 27 പൊതി കൊണ്ടുപോയപ്പോൾ അത് അവിടെ ധാരാളമാണ്. അവർക്ക് എല്ലാവർക്കും തികയാൻ എപ്പോഴും 27 പൊതി കൊണ്ടുപോകുമ്പോൾ അത് കൃത്യമായിരിക്കും. അവിടെ ആൾ കൂടുതലുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും ആ 27 പൊതി അവിടെ കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് എല്ലാ ആഴ്ചയിലും സാധിച്ചു. അതിൽ ഈ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഞങ്ങൾ പറഞ്ഞ് ഉടമ്പടി എടുത്തിട്ടുള്ള കുറച്ച് പേരുണ്ട്. അവർക്ക് ഇതുപോലെ കാരുണ്യപ്രവൃത്തി വരാൻ സമയമില്ല എന്ന് പറയുമ്പോൾ അവരതിലേക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നും പറഞ്ഞ് സ്പോൺസർ ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ ആ ഒരു കാരുണ്യപ്രവൃത്തി ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞൊരു മാസം അവിടെ ഭക്ഷണപ്പൊതി കൊണ്ടുപോകാനായിട്ട് കർശനമായിട്ടുള്ള വിലക്കുണ്ട്. അതുകൊണ്ട് ഈ ഒരു മാസത്തേക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ അവിടെ പോകാൻ പറ്റാത്തപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് മാതാവ് എന്നെ അടുത്ത വഴിയിലേക്ക് വേറൊരു വഴി നമുക്ക് കാണിച്ചു തന്നെന്നുള്ളതാണ്. കാരണം ഞങ്ങൾ ഭക്ഷണവുമായിട്ട് വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒത്തിരി പേര് വഴിയിലുണ്ട് ഭക്ഷണം ആവശ്യമുള്ള. അങ്ങനെയുള്ള മക്കൾക്ക് വണ്ടി എടുത്തിറങ്ങുമ്പോൾ കറങ്ങി ഭക്ഷണങ്ങൾ കൊടുത്തു വരാൻ സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ മാതൃഭവനത്തിൽ, അമ്മമാരുടെ ഭവനത്തിൽ പോവാറുണ്ട്. എനിക്ക് എൻ്റെ ഈ ഒരു ജന്മം ഒന്നിനും ഉപകാരമില്ല, ആർക്കും ഒരു പ്രയോജനമില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ആ അമ്മമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരാഴ്ച ഞാൻ മുടങ്ങിയാൽ വരാൻ പറ്റാതിരുന്നാൽ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന അമ്മമാരാണ്. അവരുടെ പ്രാർത്ഥനയും സ്നേഹവും കാണുമ്പോൾ ഉടമ്പടിയൊക്കെ കുറേ നാൾ മുന്നേ എടുക്കേണ്ടതായിരുന്നു. ഇതെല്ലാം ഉടമ്പടി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ജീവിത രീതിയാണ്. ദൈവം ഏറ്റവും കൂടുതൽ ദൈവസ്നേഹത്തിൽ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നൊരു ജീവിത രീതിയാണെന്ന് ബോധ്യമായത് ഉടമ്പടിയിലൂടെയാണ്. ഇവിടെ വന്നപ്പോഴാണ്, അച്ഛൻ്റെ ക്ലാസ്സുകൾ കേട്ടതിലൂടെയാണ് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് മനസ്സിലായത്. അമ്മമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് വേറെ ഒന്നും വേണ്ട, അവർക്ക് നമ്മളുടെ പ്രാർത്ഥനയും നമ്മളൊരു കുറച്ച് നേരം അവരായിട്ട് സംസാരിച്ചിരിക്കലും അതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അവരുടെ ഇടയിലും രോഗസൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ഒത്തിരി അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് രോഗസൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നോട് സന്തോഷത്തോടെ പറയും, മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മോള് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ എനിക്ക് ഓരോ അസുഖങ്ങൾ മാറിക്കിട്ടിയതെന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ നിയോഗങ്ങൾക്കല്ല, ഞാനിവിടെ വരുമ്പോൾ മാതാവിനോട് പറയുന്ന, അമ്മേ ഞാനിവിടെ മുട്ടുമേൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജപമാല ചൊല്ലാനാണ് വരുന്നത്, അതുകൊണ്ട് എന്നെ വരാൻ തടസ്സപ്പെടുത്തരുതെന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും തടസ്സപ്പെടുത്താതെ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ എല്ലാ മാസവും 1-ാം തീയതി തന്നെ വരാറുണ്ട്. ഇന്നിപ്പോൾ 2-ാം തീയതി ആയിപ്പോയത്. ഞങ്ങളുടെ കൂടെ ഞങ്ങൾ പറഞ്ഞ് ഉടമ്പടി എടുപ്പിച്ച ഒരു ഫാമിലി ഉണ്ട്. അവർക്ക് പുതുക്കേണ്ടത് ഇന്നാണ്. അവർക്ക് ഇന്ന് വരാനായിട്ട് സൗകര്യമുള്ളത് കൊണ്ട് അവരും പിന്നെ മക്കളായിട്ട് വരാൻ വേണ്ടിയാണ് 2-ാം തീയതി. 1-ഓ 2-ഓ എന്നുള്ള അപ്പുറത്തേക്ക് ഒരിക്കലും ഇന്ന് വരെ മാറിപ്പോയിട്ടില്ല. തുടർച്ചയായിട്ട് അമ്മയുടെ സന്നിധിയിലേക്ക് വരുവാനും പത്രം എപ്പോഴും വാങ്ങിച്ചുകൊണ്ട് പോകാനും അതെല്ലാ മക്കൾക്കും കൊടുക്കുവാനും നമ്മുടെ അനുഭവങ്ങൾ പറഞ്ഞ് തന്നെ സന്തോഷത്തോടെ കൊടുക്കുവാനും അത് ക്ഷമയോടെ കേട്ടിരിക്കുന്നതും അത് ഉടമ്പടിയുടെ വേണ്ട പത്രം വേണ്ട എന്ന് പറയുന്നവർ നമ്മുടെ അനുഭവം പത്രം വേണ്ടെങ്കിൽ മേടിക്കണ്ട, ഞങ്ങൾ പറയുന്ന ഒരു 2 മിനിറ്റ് കേൾക്കാവോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ നമ്മൾക്ക് സമയം തന്നെ ആൾക്കാർ പിന്നെ പത്രം മേടിച്ചിട്ടാണ് പോവാറുള്ളത്. അങ്ങനെ ഒത്തിരി പേര് ഉടമ്പടി മുടങ്ങിക്കിടക്കുന്ന ഒത്തിരി പേര് എനിക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അവരെ കൊണ്ടൊക്കെ ഉടമ്പടി പുതുക്കി ഞാൻ എടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോരുന്നുണ്ട്. ഒത്തിരി പേർക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സാക്ഷ്യങ്ങളും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് കൃത്യമായിട്ട് ഒരിക്കലും മുടങ്ങാതെ ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ ഒരു അക്രൈസ്തവയാണ്, എന്നാൽ പോലും എനിക്ക് ദിവ്യബലിയിൽ പങ്കുചേരാൻ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലിയിൽ പോലും എന്നോട് ഞാൻ രാവിലെ കുർബാനയിൽ പങ്കെടുക്കാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ 6:30-ക്ക് ഡ്യൂട്ടിയിൽ കയറേണ്ട എന്നോട് കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറയാനായിട്ട് അമ്മ മാതാവാണ് ആ മക്കളെ അതിനു വേണ്ടി ഒരുക്കിയതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അമ്മ വഴി ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഓരോ നിമിഷവും ഞങ്ങളെ പൊന്നുപോലെ പരിപാലിച്ച് കൊണ്ട് നടക്കുന്നതിനും ഈ നിമിഷം ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ഇവിടെ ഇതുപോലെ വന്ന് നിൽക്കാനും ഇനി എൻ്റെ ജീവിത പങ്കാളിയായിട്ട് ഇതുപോലെ വന്ന് നിൽക്കണമെന്ന് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് അമ്മയുടെ മുമ്പിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് യേശുവേ നന്ദി, യേശുവ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 11-12 തിരുവചനങ്ങൾ. കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവരെ നയിച്ചത് കർത്താവാണ്. നിഷയുടെ മക്കളോടൊപ്പം വന്ന് ഇവിടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റു പറയുമ്പോൾ ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് നിഷയുടെ ആധ്യാത്മിക ആസ്തിയെക്കുറിച്ചാണ്. നിഷ പറയുന്ന ആധ്യാത്മിക ആസ്തി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതൊരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ഇതൊരു ചെയ്യുന്ന പ്രവൃത്തിയാണ്. നിഷയ്ക്ക് ആധ്യാത്മിക ആസ്തി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് ഇവിടുത്തെ താൻ ചെയ്ത കാരുണ്യ പ്രവൃത്തികളുടെയും താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയാണ്. ഉടമ്പടി മുടങ്ങിക്കിടക്കുന്ന മക്കളിലേക്ക് കടന്നു ചെന്ന് അത് പുതുക്കിയെടുക്കുവാനും ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും അവരുടെ വിശ്വാസം ആഴപ്പെടുത്തുവാനുമുള്ള ഒരു ഉത്സുകതയാണ്. എല്ലാവരും ഈശോയെ കണ്ടെത്തണമെന്നുള്ള വലിയ ഒരു വേട്ടയാടൽ അല്ലെങ്കിൽ ഒരു വെട്ടിപ്പിടിക്കലാണ്. ഈശോയെ സ്നേഹിച്ചാൽ മാത്രമേ ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു വലിയ മിഷൻ വർക്കാണ് ഈ മകൾ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ തൻ്റെ കാരുണ്യ പ്രവൃത്തികളിലൂടെ ഈശോയെ എപ്പോഴും കണ്ടെത്തുകയാണ്. ഈശോയ്ക്ക് വിശക്കുമ്പോഴും ദാഹിക്കുമ്പോഴും അഗതികളായിരിക്കുന്നവരെയെല്ലാം ചെന്ന് കണ്ട് അവരോടുകൂടെ സമയം സ്പെൻഡ് ചെയ്ത് ഈശോയെക്കുറിച്ച് പറഞ്ഞ് നിഷ ചെന്നില്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു കുറവ് തോന്നുന്നത് പോലെ ഈശോയുടെ ഒരു സാമീപ്യം അവർക്ക് നൽകാൻ സാധിക്കുന്നത് ഈ ഉടമ്പടി ജീവിതത്തിലൂടെയാണെന്ന് ഇന്ന് നിഷ ഏറ്റു പറയുകയാണ്. ജോസഫ് അച്ഛൻ നമ്മോട് പറയാറുണ്ട്, എന്താണ് വിശ്വാസം എന്ന് ചോദിച്ചാൽ യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ പറയുന്നത് പോലെ 5-ാം അധ്യായം 4-ാം തിരുവചനം, ലോകത്തിന്മേലുള്ള നമ്മുടെ വിജയം എല്ലാ ലൗകിക അഭിവാഞ്ചകളെയും മറികടക്കാൻ സാധിക്കുന്നതാണ് വിശ്വാസം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന തിരുവചനങ്ങളിലൂടെ അച്ഛൻ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഉപവിയോടെ ചെയ്താൽ രഹസ്യത്തിൽ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും എന്ന് നമുക്കുറപ്പുണ്ട്. നമ്മുടെ ഉപവി പ്രവൃത്തികളെല്ലാം തന്നെ ഈശോയെ രഹസ്യമായി സ്നേഹിക്കുന്ന അവിടത്തോട് മാത്രം നാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി. നാം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഈശോയെ സ്പർശിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഈ മധ്യസ്ഥതയിലുള്ള ഉടമ്പടി പ്രാർത്ഥനയിലൂടെയാണ്. അവിടെ വിശ്വാസത്തിൻ്റെ അവസാനത്തെ സർവകലാശാലയായ ആ ഉപവിപ്രവൃത്തികൾ ഇന്ന് ഏറ്റെടുത്തുകൊണ്ട് വലിയ ആസ്തി ഈ ജീവിതത്തിന് മകളുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്.
സമയച്ചുരുക്കത്തിൻ്റെ അമ്മ യാതൊരു യോഗ്യതയുമില്ലാത്ത ഒരവസ്ഥയാണ്. 18 വർഷത്തെ ഗ്യാപ്പാണ് മകൾക്ക് MLT പഠിച്ചതിന് ശേഷം ഒരു നല്ല ക്ലിനിക്കിൽ ജോലി ലഭിക്കുവാനും അവിടേക്ക് ചെന്ന് കയറിയത് ഒരു മിഷൻ വർക്കിനാണെന്നുള്ള ബോധ്യത്തോടെയാണ് ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി ആ ലാബിൽ മകൾ ഇന്ന് നിഷ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ വചനങ്ങളിലൂടെ അവർക്ക് ഈ ജോലി അമ്മ തന്നെ തന്നതാണ് എന്നുള്ള ഒരു ആഴമായ വിശ്വാസമേ മകൾക്കുണ്ടായത് വചനങ്ങളിലൂടെയുള്ള ഒരു അടയാളം ലഭിച്ചത് മൂലമാണ്. അതുപോലെ തന്നെ മകളുടെ തലവേദനയും ചെവിയുടെ ഇൻഫെക്ഷനുമെല്ലാം ഈശോ തന്നെ സൗഖ്യപ്പെടുത്തിയതായി ഈ മകൾ ഏറ്റുപറയുകയാണ്. ഈശോ തൊടുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം ഒരു എഫാത്ത, ഒരു തുറക്കപ്പെടട്ടെ എന്നൊരു അനുഭവമാണ്. നമ്മുടെ ഈശോ നമ്മെ തൊടുമ്പോഴുള്ള ആ തുറന്നു കിട്ടുന്ന അനുഭവങ്ങൾ നമ്മുടെ തുറവിയുടെയും ഈശോയിലേക്ക് അടുക്കുവാനുള്ള ആ ഒരു ആധ്യാത്മിക തുറവി നമുക്ക് ലഭിക്കുന്നത് വചനങ്ങളിലൂടെയെല്ലാമാണ്. ഉടമ്പടി നാം എത്ര വിശ്വസ്തയോടുകൂടി ചെയ്യുന്നുവെന്ന് നിഷയുടെ വാക്കുകളിൽ തന്നെ ഈ സാക്ഷ്യമേറ്റ് പറയുകയാണ്. നമ്മൾ ദൈവിക സ്വഭാവത്തിൽ വളരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അധികാരം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് സൗഖ്യം ലഭിക്കുവാനും അവരെ ഈശോയിൽ ആഴപ്പെടുത്തുവാനും പരിശുദ്ധ അമ്മയിലേക്ക് തിരിച്ചു വരുവാനൊക്കെയുള്ള വലിയ സൗഭാഗ്യമാണ് ഇന്ന് ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നിഷയെ പോലെ 1000 മക്കൾ 10000 മക്കൾ ഇന്ന് ലോകമെമ്പാടും ഓടി നടന്ന് ഈശോയെ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിതാവിൻ്റെ മുമ്പിൽ നമ്മെ ഈശോ ഏറ്റുപറയാൻ മാത്രം നാം വളരുന്നത്. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇടവക സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ചർച്ചാണ്. ഞാൻ 15 തവണ ഇപ്പോൾ ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ അൾത്താരയിൽ ഞാൻ പറയുന്ന 5ാമത്തെ സാക്ഷിയാണിത്. ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് എൻ്റെ മോന് കിട്ടിയ ഒരു സംരക്ഷണത്തിൻ്റെ സാക്ഷിയാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഒരു 2 മാസം മുമ്പ് ക്ലാസ്സിൽ IT ലാബിൽ ടീച്ചേഴ്സ് കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇൻസ്ട്രുമെൻ്റ് ബോക്സിലെ ഡിവൈഡർ എടുത്തിട്ട്, ഇരുമ്പിൻ്റെ സാധനമാണല്ലോ എല്ലാവർക്കും മനസ്സിലാകും, അത് എടുത്ത് സ്വിച്ച് ബോർഡിൽ കുത്തി സ്വിച്ച് ഓണാക്കി. പക്ഷേ പെട്ടെന്ന് ആൾ കൈയെടുത്തു, മൊത്തം കമ്പ്യൂട്ടറെല്ലാം ഷട്ട് ഡൗൺ ആയി, കുറച്ച് തീയൊക്കെ വന്നു, സ്പാർക്കായി. ക്ലാസ് ടീച്ചറും കുട്ടികളും അടക്കം എല്ലാവരും ഭയന്നു. എന്നെ പെട്ടെന്ന് എൻ്റെ ഓഫീസിലേക്ക് വിളിച്ച് പറയുകയാണ്, പെട്ടെന്ന് തന്നെ ഇവിടെ വരണമെന്ന് പറഞ്ഞു. അവർ കുറേ എക്സ്റ്റൻഷനിൽ വിളിച്ചിട്ട് എന്നെ കിട്ടാതെ ലാസ്റ്റ് എൻ്റെ ഓഫീസിൽ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്ന് പോലും അറിയില്ല, അവർ വിളിച്ച് പറയണതാണ് പെട്ടെന്ന് വരണം. അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ മോനും എല്ലാം പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കൊച്ചിനൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ എന്തായാലും നിങ്ങൾ വന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൈയും കാലൊക്കെ ആകെ തളർന്ന് ഞാനാണ് കരയാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ച് ചോദിച്ചു നിങ്ങളെന്താ സത്യം പറയാം, എന്തെങ്കിലും കൊച്ചിന് പറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഉച്ചയ്ക്ക് ശേഷം വരാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ സമ്മതിക്കണില്ല, അവർ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഒരു 10:45 11 മണി അത്തായപ്പോഴത്തേക്ക് ഞാൻ വേഗം ഇറങ്ങി. അപ്പോൾ പോരുന്ന വഴിയെല്ലാം ഞാൻ ഉടമ്പടിയിലാണെങ്കിലും എനിക്ക് പെട്ടെന്ന് മോൻ്റെ കാര്യം കേട്ടപ്പോൾ വേറെ എന്തൊക്കെയോ സംഭവിച്ചു എന്നൊരു ടെൻഷൻ എനിക്ക് കയറിയിട്ട് ഞാൻ എൻ്റെ ഫോണൊക്കെ സൈലൻറ്റിലല്ല, എയർപ്ലെയിൻ മോഡിലിട്ടു. ആരും എന്നെ വിളിക്കണ്ട, എൻ്റെ കൊച്ചിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും, അപ്പോൾ ഇനിയിപ്പോൾ എന്നെ ആരും വിളിക്കണ്ട, ഞാനും ഉണ്ടാവണ്ട എന്നുള്ളൊരു ചിന്തയൊക്കെയാണ് എൻ്റെ മനസ്സിട്ട് വരുന്നത്. അന്ന് രാവിലെ ഞാൻ ഓഫീസിൽ പോകാൻ ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് ഇറങ്ങുന്നത്. കൊച്ചിന് 7:45 ക്ലാസ് ഉണ്ട്, 10ലാണ്. അപ്പോൾ പുറത്തേക്ക് പോയി ഇറങ്ങി 2 വീലറിൽ ഇരുന്നതാണ് ഞാൻ. പോകാൻ ഇറങ്ങി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിലേക്ക് തൂക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ചെവിയുടെ തൊട്ടടുത്ത് നിന്നൊരു ശബ്ദം ഞാൻ ശരിക്കും കേട്ടു, അപകടം എന്നുള്ളത്. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തത് എന്താവോ ഇങ്ങനെയൊക്കെ പറയുന്നത്, എനിക്ക് തോന്നിയതാണോ. ഞാൻ എന്നിട്ട് പുറത്ത് സിറ്റൗട്ടിൽ വന്നിട്ട് കൊച്ചിനെ വിളിച്ചു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് ഇതിനെ വിളിച്ചിട്ട് ഇതിൻ്റെ നെറ്റിയിൽ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ഈ ഉടമ്പടി തൈലം പൂശിയിട്ടാണ് വിടുന്നത്. അതിൻ്റെ ഒരൊറ്റ സംരക്ഷണം മാത്രമാണ്. കാരണം ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ ഈ ടീച്ചർ അവിടെ അന്ന് കൂടെ ഉണ്ടായിരുന്ന ടീച്ചറിൻ്റെ കൈയും കാലും വേറെ അപ്പോഴും മാറിയിട്ടില്ല. എൻ്റെ കൊച്ചിൻ്റെ ക്ലാസ് ടീച്ചർ എന്നോടത്ത് പറയണത് ഇവൻ ഭയങ്കര ബ്ലെസ്ഡാണ്, ഇതൊന്നുമല്ല ഇവിടെ സംഭവിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ സമയമാണ്, അവരുടെ സ്കൂളിലെ ഇലക്ഷൻ്റെ കുറേ സംഭവങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. സ്കൂൾ നിറച്ച് പോലീസുകാർ വയറുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടേക്കണു. ഇവർ പെട്ടെന്ന് ആരോ ചെയ്യുന്നത് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു. അവർ പറയുന്നത് ഇവിടെ ഈ സ്കൂളിന് തന്നെ അത്രയും വലിയ നാശനഷ്ടം സംഭവിക്കാവുന്ന രീതിയിലുള്ള ഒരു അപകടമാണ്. കൊച്ച് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, അവൻ ചിലപ്പോൾ അതിൻ്റെ ക്യൂരിയോസിറ്റിക്ക് എന്തെങ്കിലും ചെയ്തതാണോ എന്താണെന്നറിയില്ല. ഇനി കൊച്ചിനെ കാണുമ്പോൾ ഇതിൻ്റെ കണ്ണൊക്കെ ഭയങ്കര റെഡിഷായിട്ട് മുഖം എല്ലാം വാടി വല്ലാത്തൊരു ട്രോമയിൽ നിൽക്കുക ഈ കൊച്ച്. എനിക്ക് സങ്കടം, ഞാൻ ഇതിനെ കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞു.
അപ്പോൾ ടീച്ചേഴ്സ് പറയണ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, അമ്മയുടെ പ്രാർത്ഥനയുടെ തന്നെയാണ്. കാരണം ഇതൊരു പ്രാർത്ഥനയുടെ ഒരു വലിയ ശക്തി, ഒരു സംരക്ഷണം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനപ്പോൾ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഉടമ്പടി തൈലം തൂർത്താണ് ഞാൻ ഇന്ന് എൻ്റെ കൊച്ചിനെ പറഞ്ഞു വിട്ടത്. അപ്പോൾ അവർ പറയണത് അത് മാത്രമാണ്, അല്ലാതെ വേറൊന്നുമല്ല, അല്ലെങ്കിൽ ഇതിലപ്പുറം വലുത് സംഭവിക്കേണ്ടതായിരുന്നു. ക്ലാസ്സിലുണ്ടായിരുന്ന ടീച്ചർക്ക് ശബ്ദിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ്. അവരൊന്നും മിണ്ടണില്ല എന്നെ കാണുമ്പോൾ. HM പറഞ്ഞു ഇത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്, അതുമാതിരി ഒരു അപകടം സംഭവിക്കേണ്ട അടുത്തുനിന്ന് ഒന്നുമല്ലാതെ നിസ്സാരമാക്കി, സിസ്റ്റമൊക്കെ അടിച്ചു പോയി എന്ന് എന്നോട് പറഞ്ഞത്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് തോന്നുന്നു സിസ്റ്റം എല്ലാം പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പായതാണ്, വേറെ ഒന്നുമില്ല. അപ്പം ഞങ്ങളിങ്ങനെ പേടിച്ചു, ദൈവമേ ഇനി കൊച്ചിനും എന്തെങ്കിലും പറ്റി സ്കൂളിനും നമ്മൾ നാശനഷ്ടത്തിന് എന്തെങ്കിലും കൊടുക്കേണ്ടി വരിക, ഒന്നുമില്ലാതെ അമ്മ ഒരു കുഴപ്പവും ഇല്ലാതെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ സമാധാനമായിട്ട് പോക്കോ, കൊച്ചു ടെൻഷനായിട്ടിരിക്കുകയാണ്, അവനോടൊന്നും ഇനി പറയണ്ട, സമാധാനമായിട്ട് പോകും, അവനെന്തെങ്കിലും വെള്ളമൊക്കെ മേടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ സമാധാനമായിട്ട് പൊക്കോ, ഒന്നും പേടിക്കാനില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇതെനിക്ക് ശരിക്കും മനസ്സിലാക്കി തന്ന എൻ്റെ അമ്മ ആ ഉടമ്പടി തൈലം തൂക്കാൻ അപകടം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ആ രാവിലെ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ മോനെ കിട്ടില്ലായിരുന്നു, സ്കൂളിനും എന്തെങ്കിലുമൊക്കെ പറ്റുമായിരുന്നു. മൊത്തം കുട്ടികൾ എല്ലാവരും വല്ലാത്തൊരു ഷോക്കിലായിപ്പോയി. ഈ ഒരു വലിയ അനുഗ്രഹ സാക്ഷ്യത്തിന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുകയാണ്. പിന്നെ അടുത്തത്, എനിക്ക് ഏകദേശം ഒരു 5 വർഷത്തിലേറെയായിട്ട് സെർവിക്കൽ സ്പോണ്ടിലോസിസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ കുറേ ട്രീറ്റ്മെൻറ്റ് ഓർത്തോയുടെ എടുത്തിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് ഒന്നും ജോലി പോലും ചെയ്യാൻ പറ്റില്ല, പെയിന്, എനിക്ക് കിടക്കാൻ പറ്റില്ല. എണീറ്റ് നടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ ബെഡിലേക്ക് കിടക്കാൻ പറ്റില്ല. കിടക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ കണ്ണ് നിറഞ്ഞൊഴുകുക, അതുമാതിരി പെയിനാണ്. ഒരു 2-3 വർഷം മുമ്പ് ഞാൻ കളരി വൈദ്യൻ്റെ അടുക്കൽ പോയി 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. അത് കഴിഞ്ഞ് പിറ്റേ വർഷം ആയുർവേദ ഡോക്ടറെ അടുക്കൽ പോയി തിരുമിച്ചു. എനിക്കൊരു കുറവുമില്ല, ചിലപ്പോൾ ഈ വേദന അങ്ങ് കൂടും. ഒരു 6 മാസം മുമ്പ് ഇതുപോലെ ശക്തമായിട്ട് പെയിൻ വന്ന് എൻ്റെ കഴുത്തൊക്കെ ഒരു വശത്തേക്കായി, കൈ പൊക്കാൻ പറ്റുന്നില്ല, അതുപോലെ പെയിൻ. ഞങ്ങൾ ഡോക്ടറെ അടുക്കൽ പോയി, അവർ എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞു നീർക്കെട്ട് ഇറങ്ങിയേക്കുന്നതാണ്. അപ്പോൾ കഴുത്തൊക്കെ വല്ലാത്ത രീതിയിലിരിക്കുന്നതുകൊണ്ട് പറഞ്ഞു, അവർ പറഞ്ഞു ഫിസിയോതെറാപ്പിയുടെ അടുക്കൽ പോയി ഒന്ന് ഫിസിയോതെറാപ്പി ചെയ്യുക, എന്നിട്ട് 2-3 ദിവസം അടുപ്പിച്ച് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അന്ന് ഒരു ദിവസം ചെയ്തു, പിറ്റേ ദിവസം ഞാൻ പോയില്ല, എനിക്ക് വേദന കുറയണില്ല. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കൊക്കെ എടുത്തു, ഓയിൽമെൻറ്റൊക്കെ തൂക്കും, എനിക്ക് വേദനയ്ക്ക് ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഞാൻ ഓൾറെഡി ഉടമ്പടിയിലാണ്, പല പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോഴൊക്കെ ഞാൻ ഈ ഒരു സെയിം നിയോഗം എഴുതാറുണ്ട്. അപ്പോൾ അച്ഛനിവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഈ സെയിം നിയോഗം ഒരു പ്രാവശ്യം അമ്മയ്ക്ക് കൊടുത്താൽ പിന്നെ വീണ്ടും വീണ്ടും എഴുതണ്ട. അപ്പം ഞാൻ പിന്നെ അത് എഴുതാതെയായി. ഞാനിങ്ങനെ പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിക്കുക, എനിക്ക് ഈ വേദന, എനിക്ക് ജോലി ചെയ്യണമല്ലോ, എൻ്റെ കുടുംബം നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് ഈ വേദനയൊന്ന് മാറ്റി തരണേ അമ്മയെന്ന് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. സന്ധ്യയ്ക്ക് പ്രാർത്ഥന ചെല്ലാനിരുന്നിട്ട് എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല, അതുപോലെ എനിക്ക് ശ്വാസം പോലും എടുക്കാൻ പറ്റില്ലാത്ത രീതിയിലുള്ള പെയിൻ. ഞാനിപ്പോൾ പെട്ടെന്ന് ചെന്ന് ഈ സ്റ്റെപ്പയിൽ ഓയിൽമെൻറ്റ് ഇരിക്കുകയാണ്, അതെടുത്ത് പെരട്ടി, അത് പെരട്ടുമ്പോൾ കുറച്ച് ഒരു പുകച്ചിൽ കിട്ടിയ ഒരു ആശ്വാസം. പക്ഷേ ഇത് പെരട്ടിയപ്പോൾ എനിക്ക് വേദന കൂടുക, എനിക്ക് ചങ്ക് പൊട്ടി ഞാൻ കരയുക. ഞാൻ അമ്മയുടെ നേരെ നോക്കിയിട്ട് ഞാൻ ചോദിച്ചു, എത്ര വർഷമായിട്ട് നിന്നോട് പറയണം ഈ വേദനയൊന്നും മാറ്റിത്തരാൻ പറ്റണില്ലേ, ഞാൻ നിൻ്റെ മോളല്ലേ എന്നൊക്കെ ചോദിച്ച് ഞാൻ കരയുക. ഞാൻ പെട്ടെന്ന് എൻ്റെ ഡ്രസ്സ് കൊണ്ട് തന്നെ ഈ ഓയിൽമെൻറ്റ് തുടച്ച് മാറ്റിയിട്ട് കൃപാസനത്തിൽ തൈലം കയ്യിലിട്ട് കുടഞ്ഞിട്ടു, കുറച്ചധികം എടുത്ത് വെച്ച് ഞാൻ എൻ്റെ ഇവിടെ കഴുത്തിൻ്റെ ഇവിടെ അങ്ങ് തൂക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു പൊള്ളൽ പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ ഓർത്ത് ഈ ഓയിൽമെൻറ്റ് പുരട്ടേണ്ടി ആയിരിക്കും എന്ന് കരുതി ഞാൻ എന്നിട്ട് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കാം. നല്ല പൊള്ളലെന്ന് പറഞ്ഞാൽ അതുമാതിരി ഒരു ശക്തമായിട്ടൊരു പൊള്ളലാണ്. ഞാൻ എന്നിട്ട് രാത്രി പോയി കിടന്നു. നേരം വെളുത്തപ്പോഴത്തേക്ക് എനിക്ക് ആ വേദന അങ്ങോട്ട് മാറി, ഒരു ചെറിയൊരു നീറ്റൽ പോലെയുള്ളൂ. ആ നീറ്റിൽ പോലെ തോന്നി. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഇനി ഞാൻ എന്ത് വേദന വന്നാലും ഞാൻ ഡോക്ടറെ കാണില്ല, ഇതിൻ്റെ പേരിൽ ഞാൻ ഡോക്ടറെ കാണില്ല, ഓയിൽമെൻറ്റ് പറ്റില്ല, ഒരു പെയിൻ കില്ലർ ഞാൻ കഴിക്കില്ല, ഇതോടുകൂടി നീ എനിക്ക് വേദന മാറ്റി തരണമെന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴത്തേക്ക് എനിക്കൊരു ചെറിയൊരു വേദന, പൊടിക്കൊരു വേദനയുള്ളൂ. അതിനുശേഷം ഇപ്പോൾ 6 മാസത്തിലേറെയായി ഞാൻ ഈ ഒരു കാര്യത്തിന് ഒരു മരുന്നെടുക്കുകയോ ഓയിൽമെൻറ്റ് പേരിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു വേദന അതിനുശേഷം എനിക്കുണ്ടായുള്ള ചെറിയ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുമ്പോൾ ചെറിയൊരു നീരിൻ്റെ ഇറക്കത്തിൻ്റെ ഒരു പൊടി വേദന, അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറേ ഇല്ല. അത് ഏകദേശം 5-6 വർഷം അത്രത്തോളം മരുന്നുകളും ട്രീറ്റ്മെൻറ്റും പൈസയും ഞാൻ മടക്കിയിട്ടുള്ളതാണ്. എനിക്ക് ജോലി പോലും, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ജോലി പോലും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് പലപ്പോഴും ജോലിക്ക് പോകാതെ ഇങ്ങനെ അവശതയിൽ കിടക്കുന്നിട്ടുണ്ട് ഞാൻ. ഈ ഒരു വലിയ അനുഗ്രഹവും അമ്മ എനിക്ക് തന്ന ഈശോ തിരുകുമാരനിൽ നിന്ന് വാങ്ങിത്തന്നാണ്. ഇതിന് ഞാൻ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരിപ്പോൾ എൻ്റെ ഓഫീസിലാണെങ്കിലും 1-2 ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, കൂട്ടുകാരികൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ, ഞാൻ ഓഫീസിൽ പോകുമ്പോൾ എനിക്ക് ചെറിയ നിസ്സാര ശമ്പളത്തിലൊക്കെയാണ് ഞാൻ ജോലി ചെയ്യണം. പക്ഷേ എനിക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇരിക്കുന്നവർക്ക് 1-2 പൊതി ഫുഡൊക്കെ ഞാൻ രാവിലെ നേരം കാപ്പിയുടെയൊക്കെ ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ മാസവും വന്ന് പത്രം മേടിച്ചുകൊണ്ട് വന്ന് ക്രൈസ്തവ മേഖലയിലും അക്രൈസ്തവ മേഖലയിലും, അപ്പോൾ അത് ഞങ്ങളുടെ അനുഭവം പറഞ്ഞു തന്നെയാണ് ഞാൻ കൊടുക്കാറ്. ഇപ്പോൾ
ഒരുപാട് പേരിരിക്കുകയാണെങ്കിലും ഈ പത്രം കൊടുത്ത് തീർക്കണമല്ലോ എന്ന് കരുതി ചിലപ്പോൾ 2, 3, 4 ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും ഞാൻ തീർക്കുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നണം ഇവർക്ക് കൊടുക്കാം, അല്ലെ ഇവർക്ക് കൊടുക്കണം എന്ന് തോന്നുന്നവർക്ക് മാത്രമേ ഞാൻ കൊടുക്കാറില്ല. എല്ലാവർക്കും ഓടി നടന്ന് ഈ പത്രം ഇതാണെന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ മാക്സിമം കുമ്പസാരിക്കാറുണ്ട്. മാക്സിമം കാര്യങ്ങളെല്ലാം ഉടമ്പടി പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും തന്നെ മാക്സിമം ഞാൻ ചെയ്തു പോകാറുണ്ട്. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 126:3 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. ജിനിമോൾ എന്ന ഈ സഹോദരി തനിക്കും തൻ്റെ മകനും ലഭിച്ച 2 വലിയ ദൈവാനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യത്തത് മകന് സ്കൂളിൽ വെച്ചുണ്ടായ ഒരാകസ്മികമായ അപകടമാണ്. ഇൻസ്ട്രുമെൻ്റ് ബോക്സിലെ കോമ്പസ് ഇരുമ്പ് ഉള്ള ഉപകരണം അതെടുത്ത് സ്വിച്ച് ബോർഡിൽ പ്ലഗിൽ കുത്തുകയും അത് ആ സ്കൂളിൻ്റെ മുഴുവൻ ഇലക്ട്രിസിറ്റി ഫെയിലാകുന്ന വിധം അത്ര വലിയ കറണ്ട് പാസും ഷോർട്ടേജുമായി തീരുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും മകന് പോറൽ പോലും ഏൽക്കാതെ ഒരു അപകടവും വരാതെ മകനെ സംരക്ഷിച്ചു. അതോടൊപ്പം തന്നെ ആ സ്കൂളിലുണ്ടായിരുന്ന കമ്പ്യൂട്ടർ ലാബ്, മറ്റ് ഉപകരണങ്ങൾ, വൈദ്യുതിക ഉപകരണങ്ങൾ ഒന്നിനും കേടുപറ്റാതെ സംരക്ഷിച്ചതിനെയാണ് മകൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ദുരന്തങ്ങൾ വരുന്നു, പ്രാർത്ഥിക്കണം എന്നതാണ് കൃപാസന മാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കൈമാറിയ സന്ദേശം. അത് അമ്മയെ തേടി വരുന്ന ഏതൊരു ജീവിതത്തിൻ്റെ ഏതൊരു ദുരന്തത്തിനും അമ്മ കാവലായി ഉണ്ടാകുമെന്നും കാത്തുകൊള്ളുമെന്നും അമ്മയിൽ സംശയിക്കാതെ നിയോഗം വയ്ക്കുന്നവരുടെ അവിചാരിതമായി ആകസ്മികമായി വരുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് അമ്മ തന്നെ കരുത്തായും കരുതലായും അമ്മ ജീവനും ജീവിത സാഹചര്യവും ഉയർത്തി ഒരുക്കി കൊടുത്ത് സംരക്ഷിക്കുമെന്ന് നമുക്ക് ഓരോ സാക്ഷ്യത്തിലൂടെയും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇത് വലിയൊരു അപകടമായി തീരാവുന്ന, പലർക്ക് അപകട മരണം സംഭവിക്കാമായിരുന്ന ഏറെ ക്ലേശിതമായ ഒരു സാഹചര്യത്തിലാണ് ഒരാൾക്ക് പോലും ഒരു അപകടവുമില്ലാതെ നാശനഷ്ടമില്ലാതെ ഈ മകനെയും ആ സ്കൂളിനെയും അമ്മ സംരക്ഷിച്ചതിനെ ഈ കുടുംബം ഈ അൾത്താരയിൽ ഏറ്റുപറയുന്നത്. സഹോദരി സൂചിപ്പിച്ചു, അത് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അപകടമെന്നൊരു സ്വരം ആവർത്തിച്ചതിൻ്റെ ചെവിയിൽ മുഴങ്ങിക്കേൾക്കുകയും അത് അമ്മയുടെ സന്ദേശമായി തന്നെ കണ്ടുകൊണ്ട് ആർക്കാണ് എന്താണ് അപകടമെന്ന് പോലും അറിയില്ലെങ്കിലും തിരികെ അകത്ത് കയറി വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലമെടുത്ത് കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ പിന്നീട് മുന്നോട്ട് പോയതെന്ന അമ്മയുടെ സംരക്ഷണമാണ് മണിക്കൂറുകൾക്ക് മുമ്പ് അപകടം എന്ന് ഓർമ്മിപ്പിക്കുകയും അമ്മയുടെ സംരക്ഷണയിലേക്ക് ചേർത്ത് പിടിക്കുകയും അപകട സമയത്ത് പോറൽ പോലും ഏൽക്കാതെ കാക്കുകയും ചെയ്തത്. അതുതന്നെ മകളുടെ രോഗക്ലേശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഏറെ പണം മുടക്കി, ഏറെ വേദന തിന്നു, ഒത്തിരി നാൾ രോഗവുമായി അലഞ്ഞു തിരിഞ്ഞു. ഒടുവിൽ അമ്മയുടെ കരങ്ങളിലേക്ക് അത് പൂർണ്ണമായി വിട്ടുകൊടുത്താണ് പ്രാർത്ഥിക്കുന്നത്. അമ്മയ്ക്ക് ഒരു മകളെന്ന രീതിയിൽ എന്നോട് സ്നേഹമില്ലേ? എത്ര നാളായി ഞാനിതിൽ ക്ലേശിക്കുന്നു, എനിക്ക് വേദനയിൽ നിന്ന് വിമുക്തി വേണം. അത് മരുന്ന് തൂത്തുകളഞ്ഞ് തൈലം പൂശി അന്ന് കിടന്നുറങ്ങി പ്രാർത്ഥിച്ചുറങ്ങിയിട്ട് മകൾ പറയുന്നുണ്ട്, അടുത്ത ദിവസം മുതൽ ഇപ്പോൾ 6 മാസം വരെ പിന്നീട് ഒരിക്കലും ആ തീവ്രമായ വേദന, ആ തീഷ്ണമായ വേദന, നിരന്തരം ജീവിതത്തെ ഉലച്ചുകൊണ്ടിരുന്ന വേദന അത് എന്നേക്കുമായി മാറുകയും സാധാരണ ജീവിതത്തിലേക്ക് മകളെ നയിക്കുകയും ചെയ്തതെന്നാണ്. പ്രിയമുള്ളവരെ, അമ്മയുടെ അരികിൽ ജീവിതത്തിൻ്റെ ദുരിതം എന്താണോ ആ ദുരിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അമ്മ കൂടെ നിന്ന് നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കുകയും ആപത്തുകളിൽ നിന്ന് കരകയറ്റുകയും കണ്ണീരൊപ്പിക്കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്തു തരുവാൻ ഈശോയുടെ മാധ്യസ്ഥം വഹിച്ച് നമ്മളെ സഹായിക്കുകയും ചെയ്യും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ആദ്യമായി തന്നെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ സാക്ഷിയാക്കി ഈ അൾത്താരയിൽ സാക്ഷി പറയുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ച അമ്മ മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജീന സെബാസ്റ്റ്യൻ. ആലപ്പുഴ ജില്ലയിലെ പൂന്തോപ്പ് സെൻറ്റ് ഫ്രാൻസിസ് അസിസി ചർച്ച് ഇടഭാഗമാണ് ഞങ്ങൾ. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 23/1/2019 ആദ്യമായി തന്നെ ഇവിടെ വന്ന ദിവസം തന്നെ എനിക്ക് ഉടമ്പടി എടുക്കുവാൻ സാധിച്ചു. അന്ന് മുതൽ ഞാൻ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. എന്നും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും മുടക്കം വരാതെ അതിൻ്റെ നിയമങ്ങളെല്ലാം പാലിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്.
എനിക്ക് സാധിച്ചു തന്ന ഒന്നാമത്തെ നിയോഗമായിരുന്നു എൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ പാസ്സായി കിട്ടണമെന്ന്. സീറോ മെറിറ്റിൽ ജീവിക്കുന്ന അവന് 10ാം ക്ലാസ് പാസ്സാവുക വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ നിയോഗമായി വെച്ചത് അവൻ പാസ്സായി കിട്ടുവാണെങ്കിൽ ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാൻ എന്നെ സാധിക്കണമേ എന്നായിരുന്നു. അതെനിക്ക് സാധിച്ചു തന്നു. അതുപോലെ തന്നെ അവന് അഡ്മിഷൻ കിട്ടാൻ ഒരു ചാൻസും ഇല്ലാതെ വരരുത് മാതാവേ, നീ ഇടപെട്ട് ഒരു നല്ല സ്കൂളിൽ അവന് അഡ്മിഷൻ കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചു. സീറോ മെറിറ്റിൽ ജീവിക്കുന്ന അവന് സയൻസ് ഗ്രൂപ്പ് തന്നെ നൽകി മാതാവ് അനുഗ്രഹിച്ചു. 1 രൂപ പോലും ഞാൻ മുടക്കിയതില്ല. അതിന് മാതാവിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ +1 അവൻ എല്ലാ വിഷയത്തിനും പാസ്സായി, +2 പാസ്സായി. അത് മാതാവിൻ്റെ തൈലവും കാശുരൂപവും ഉപ്പും ഉപയോഗിച്ചാണ്. എന്നും എൻ്റെ ഒപ്പം 2019 മുതൽ അവൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. ഞാൻ എല്ലാ ബുധനാഴ്ചയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും അവൻ പരീക്ഷയ്ക്ക് പോകുന്ന ദിവസങ്ങളിലെല്ലാം മുട്ടുനിർത്തി നിന്ന് തിരി കത്തിച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. എപ്പോൾ അവൻ പരീക്ഷ കഴിയുന്നോ ആ സമയം വരെ ഞാൻ പ്രാർത്ഥനാ മുറിയിലായിരിക്കും. എനിക്ക് മാതാവിനോടും ഈശോയോടും ഒത്തിരി സ്നേഹം തോന്നാറുണ്ട്. എന്നെ ഈ അൾത്താരയിൽ നിർത്തുവാൻ സാധിച്ചതിന്. +1 +2 പാസ്സായി. സീറോ മെറിറ്റിൽ നിന്ന് അവനെ ഇത്രയും അനുഗ്രഹിച്ച അമ്മ മാതാവിന് ഒത്തിരി നന്ദി ഞാൻ പറയുക. ഉപ്പും തൈലവും കാശുരവും അവന് ഞാൻ കൊടുത്തുവിടും. അവൻ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അവൻ ബൈബിൾ വായിക്കുമ്പം എന്നും സന്ധ്യാപ്രാർത്ഥന ചൊല്ലി മുടങ്ങാതെ. 2019 ഞാൻ ഉടമ്പടിയെടുത്ത നിമിഷം മുതൽ ഞങ്ങളുടെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന മുടങ്ങിയിട്ടില്ല. സന്ധ്യാമണി അടിക്കുമ്പോൾ ഞങ്ങൾ 4 പേരും ഒന്നിച്ചിരുന്ന് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയ ശേഷമേ ഞങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ പോകാറുള്ളൂ. അതുപോലെ തന്നെ 153 മണി ജപം ഞാൻ എല്ലാ ദിവസവും എൻ്റെ വീടിന് ചുറ്റും മുറികളിലും ഇരുന്ന് ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. അരമണിക്കൂർ ബൈബിൾ വായന നടത്തും. അത് തീർച്ചയാണ്. ഉടമ്പടി പ്രാർത്ഥന എന്നീ കൃപാസന മാതാവിൻ്റെ അടുക്കലെത്തിയോ അന്ന് തൊട്ട് ഞാൻ ഉടമ്പടി ധ്യാനം മുടങ്ങിയിട്ടേയില്ല. എല്ലാ ദിവസവും അച്ഛൻ്റെ ത്യോക്കും കാണും. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴെല്ലാം സാക്ഷ്യവും കേൾക്കും. അതുപോലെ തന്നെ ഫോണിലൂടെ സാക്ഷ്യവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഡെയിലി ബ്രെഡും സ്ഥിരമായി കാണും. അത് ഷെയർ ചെയ്തു ഞാൻ എൻ്റെ കാര്യം മുന്നോട്ട് നോക്കുന്നത്. ഈശോയും മാതാവും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ +2 പാസ്സായി കഴിഞ്ഞപ്പോൾ എന്തൊരു കോഴ്സിന് ഇവനെ വിടുവണം എന്ന് എനിക്കറിയില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, സീറോ മെറിറ്റിൽ നിൽക്കുന്ന എൻ്റെ മോനെ +2 വരെ ആക്കിയത് അമ്മ മാതാവാണ്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളും അമ്മ മാതാവ് നടത്തി തരണം. എനിക്കൊന്നും അറിയില്ല. ഞാൻ ഒരു അമ്മ മാതാവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ഇവനെ ഞാൻ ഏച്ചു. ഒരു പ്രതീക്ഷ പോലുമില്ലാതെ ഇവൻ BSc നേഴ്സിന് അഡ്മിഷൻ പോകണമെന്നു പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു മോൻ BSc നേഴ്സിന് പോകാൻ. അവന് ഇഷ്ടമില്ലെങ്കിലും അവൻ പോയി. ഫസ്റ്റ് ഇയറും അവൻ പാസ്സായി. ഇതെല്ലാം നടത്തുന്ന എൻ്റെ കാശിൽ ഇവൻ കൊണ്ടുപോകും. അതുപോലെ തന്നെ ഉപ്പും തൈലവും ഇവന് ഞാൻ കൊടുക്കും. ഇവൻ അതനുസരിച്ച് ചെയ്യും. അങ്ങനെ പ്രാർത്ഥിച്ച് സാക്ഷിയൊക്കെ കേട്ട് എവിടെ പോയാലും പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലിയിട്ടേ അവൻ പോവുള്ളൂ. അവൻ കോളേജിൽ BSc നേഴ്സിന് പോയപ്പോൾ അവന് ഇതെല്ലാം കൊടുത്താണ്. രാവിലെ ഞാൻ ഫോൺ വിളിക്കുമ്പോൾ അവനോട് പറയും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച ശേഷമേ നീ ഏത് കാര്യത്തിനും പോകാവുള്ളൂ. അതുപോലെ തന്നെ കോളേജിൽ പോകുമ്പോഴും എല്ലാം ഇത് തന്നെ ഉപയോഗിച്ചു. ആ വർഷം പരീക്ഷയ്ക്ക് പോയപ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയും മാതാവിൻ്റെ തൈലവും ഉപ്പും കാശുരൂപവും കൊടുത്താണ് അവനെ ഞാൻ വിട്ടത്. അവൻ അതെല്ലാം ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഫസ്റ്റ് ഇയർ അവന് പാസ്സാകാൻ സാധിച്ചു. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലും ഈ അമ്മ മാതാവിൻ്റെ കാശുരൂപവും ഉപ്പും തൈലവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും സാക്ഷ്യങ്ങളും അവൻ കേൾക്കുമായിരുന്നു. അതുപോലെ ചെയ്തതിൻ്റെ ഫലം സെക്കൻഡ് ഇയറിലും അവൻ പാസ്സായി. തേർഡ് ഇയറിൽ 2025 അവൻ ഉടമ്പടി എടുത്ത്
5/5/2025 അവന് ഉടമ്പടി എടുക്കുന്നിടം വരെയും പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. എന്ത് പ്രയാസം വന്നാലും എന്നെ വിളിച്ചു പറയും, അമ്മ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ വരുവാന്ന്. ഞാൻ എന്നെ പറയും, അമ്മ മാതാവിനെ നിൻ്റെ കൂടെ തന്നു വിട്ടിട്ടുണ്ട്, നിൻ്റെ കയ്യിൽ അമ്മ മാതാവിൻ്റെ വിശുദ്ധ തൈലവും ഉപ്പും എല്ലാം ഉണ്ട്, അതെല്ലാം ചേർത്ത് പിടിച്ച് കൊന്ത ചൊല്ലി നീ എന്നും പ്രാർത്ഥിച്ച ശേഷം നിനക്ക് അവിടെ നിൽക്കാനും നിൻ്റെ എല്ലാ ശാരീരികവും മാനസികമായ അസ്വസ്ഥതകളും നികത്താനും നിനക്ക് സാധിക്കും. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അമ്മ ഇവിടെ നിന്നെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മ ഞാൻ ഇവൻ്റെ പരീക്ഷ നടക്കുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ഈ കൃപാസന മാതാവിൻ്റെ അൾത്താരയുടെ സക്കരാരിയുടെ അവിടെ തിരുവോസ്തിയിൽ അവിടെ വന്ന് മുട്ടുകുത്തി എന്ന് ഞാൻ പ്രാർത്ഥിക്കും. എപ്പം പരീക്ഷ തുടങ്ങുന്നോ അന്നേരം മുതൽ ഞാൻ ഈ കൃപാസനത്തിലാണ്. അവൻ്റെ പരീക്ഷ തീരുമ്പോഴാണ് ഞാനിവിടുന്ന് പോകുക. എനിക്ക് മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് കൃപകൾക്ക് ഞാൻ ഒത്തിരി പറയുന്നു. അതിനോടൊപ്പം ബാക്കി സാക്ഷ്യം പറയും. എൻ്റെ പേര് ജിജോ മോൻ സെബാസ്റ്റ്യൻ. ഞാൻ ബി എസ് സി സ്റ്റുഡൻ്റാണ്. എൻ്റെ തേർഡ് ഇയർ എക്സാം എഴുതിയായിരുന്നു. ഇന്റേണൽ മാർക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തോറ്റുപോയി പരീക്ഷയ്ക്ക്. യൂണിവേഴ്സിറ്റി എക്സാമിന് തോറ്റുപോയി. അപ്പം വീട്ടിൽ വന്നിട്ട് ആരോടും മിണ്ടുന്നില്ല. അപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ റൂൾസ് അതൊന്നും ഞാൻ പാലിക്കത്തില്ല, അത് കാരണം ഞാൻ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു നീ ഒന്ന് പോയി എടുക്ക്, മാതാവ് നിന്നെ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ പോയി ഉടമ്പടി എടുത്തു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. രൂപം വായിക്കാൻ വേണ്ടി എനിക്കൊരു മാതാവിൻ്റെ രൂപം വായിക്കാൻ വേണ്ടി സാധ്യത കിട്ടി. അപ്പം അങ്ങനെ രൂപം വായിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ വീട്ടിൽ വന്നു, ഉടമ്പടി കറക്റ്റായിട്ട് പാലിക്കാൻ തുടങ്ങി. പ്രേക്ഷിത പ്രവർത്തനം അതെല്ലാം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കോളേജിൽ ചെല്ലുമ്പം ഇന്റേണൽ എക്സാം ഉണ്ടെന്ന് പറഞ്ഞു. ഇന്റേണൽ എക്സാമിന് ഞാൻ എഴുതി. വിശുദ്ധ വസ്തുക്കളായ ഉപ്പും തൈലവും എല്ലാം കൊണ്ടുപോയി 3 വട്ടം വിശ്വാസപ്രമാണം ചൊല്ലി കുരിശു വരച്ച് പരീക്ഷ എഴുതി. പരീക്ഷ ഇന്റേണൽ എക്സാമിന് മാർക്ക് അന്ന് തന്നെ വന്നപ്പോൾ ഇന്റേണൽ എക്സാം പാസ്സായി. അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി എക്സാം എഴുതി. യൂണിവേഴ്സിറ്റി എക്സാമിനും ഇതുപോലെ തന്നെ ഞാൻ ചെയ്തത്. വിശുദ്ധ വസ്തുക്കളും കൊണ്ടുപോയി. അന്ന് രാവിലെ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്കൊന്നും അറിയില്ല, എൻ്റെ കൂടെ ഉള്ളവർക്കെല്ലാം പഠിച്ചു, എനിക്കൊന്നും അറിയില്ല, പാസ്സാകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അമ്മ പറഞ്ഞ് നീ വിശുദ്ധ വസ്തുക്കളുമായിട്ട് പോ, ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മ ആ സമയത്ത് ഇവിടെ കൃപാസനത്തിൽ വന്നിരിപ്പുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ അവിടെ പരീക്ഷ എഴുതുമ്പോൾ എൻ്റെ അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. എൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും വേദന കണ്ടിട്ട് ഞാൻ പറഞ്ഞു, അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ പാസ്സാകും ഇങ്ങനെ പറഞ്ഞു. റിസൾട്ട് ഞാൻ അപ്പം അവിടെ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പം പരീക്ഷയുടെ ആൻസറുകളാണ് പറയുന്നത്. എനിക്കൊന്നും പറയാനില്ല അവരുടെ മുമ്പിൽ. അപ്പം ഞാൻ പറഞ്ഞു എല്ലാ വട്ടവും ചുമപ്പ് കാണിക്കുന്ന അവിടെ ഒരു പച്ചയെങ്കിലും കാണിക്കണേന്ന് പറഞ്ഞു. റിസൾട്ട് വരുമ്പോൾ പാസ്സെന്ന് കാണിക്കണേന്ന് പറഞ്ഞു. പരീക്ഷയുടെ റിസൾട്ട് വന്നു. കൂടെ ഉള്ളവരെല്ലാം പറഞ്ഞു, ഞാൻ പറഞ്ഞു ഒന്നും എഴുതിയിട്ടില്ലടാ, എങ്ങനെയാണെന്ന് ഞാൻ ജയിക്കുമെന്നൊന്നും തോന്നുന്നില്ല. റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞ് ജിജോമൻ്റെ റിസൾട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ പാസ്സെന്ന് പറഞ്ഞ്. അവിടെ വന്ന ഉടമ്പടി കൃപാസനത്തോട് വിശ്വാസം ഇല്ലാത്തവരും വരെ അന്ന് തൊട്ട് ഇവിടെ എൻ്റെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് പരീക്ഷ എഴുതുന്നുണ്ട്. അവരെല്ലാം പാസ്സാവുന്നുമുണ്ട്. അങ്ങനെ തേർഡ് ഇയർ പാസ്സായി. തേർഡ് ഇയർ പാസ്സായിട്ട് ഫോർത്ത് ഇയർ വന്നപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ തുടങ്ങി. ഫോർത്ത് ഇയറിൻ്റെ പരീക്ഷ സമയത്ത്. എന്നിട്ട് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് ഏറ്റെടുക്കും, നിങ്ങളാരും ഒന്നും കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, എൻ്റെ ജീവിതം ഇവിടം വരെ എത്തിയിരുന്ന മാതാവിൻ്റെ കൃപ കൊണ്ടാ. അപ്പം എല്ലാവരും പറഞ്ഞ് താങ്കളെല്ലാം പാസ്സാവുകയാണെങ്കിൽ കൃപാസനത്തിൽ വന്ന് മാതാവിനെ വന്ന് കാണുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് എല്ലാവരും വരണം. അന്ന് രാവിലെ പരീക്ഷ 3 സബ്ജക്റ്റ് ഉണ്ട്. ആ 3 സബ്ജക്റ്റിന് സമയത്തും എല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് വിശുദ്ധ വസ്തുക്കളും ഞങ്ങൾ പ്രത്യക്ഷ പ്രാർത്ഥനയില്ല പരീക്ഷയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. പരീക്ഷയുടെ റിസൾട്ട് വന്നു. പരീക്ഷയുടെ ഇടയ്ക്ക് ഞാൻ അമ്മയെ വിളിച്ച് പറയും, അമ്മ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് തിരിച്ചു വരാൻ ആഗ്രഹം, എനിക്ക് എന്നെയും കൊണ്ട് പറ്റുന്നില്ല, OBGയും അതൊന്നും എൻ്റെ തലയിൽ കയറുന്നു പോലും ഇല്ല അമ്മ. അപ്പം എൻ്റെ കൂടെയുള്ള പിള്ളേർ ഏറ്റവും പഠിക്കുന്നവർ വരെ പറഞ്ഞു മാനേജ്മെൻറ്റ് എന്നൊരു വിഷയമുണ്ട്, അതൊന്നും തലയിൽ കയറുന്നു പോലും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് എൻ്റെ വിശുദ്ധ വസ്തുക്കൾ അവർക്ക് കൊടുക്കും, അവർക്ക് ആ ഹോസ്റ്റലിൽ ആർക്കെന്ത് ആ കോളേജിൽ പറ്റിയ എൻ്റെ ഉടമ്പടി വസ്തുക്കളോ എന്തെങ്കിലും ഞാൻ കൊടുക്കും. അപ്പോൾ അവരുടെ പെട്ടെന്ന് സുഖപ്പെടുത്താറുണ്ട്. അപ്പം ഞാൻ അമ്മയെ വിളിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിൻ്റെ കൂടെ എൻ്റെ മാതാവ് വരുന്നു, നീ അതിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്, നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. പരീക്ഷാളിൽ നിന്ന് പരീക്ഷ എഴുതി ഞാൻ കരഞ്ഞുകൊണ്ടാണ് പരീക്ഷാളിൽ നിന്ന് ഇറങ്ങി വന്നത്. എൻ്റെ കൂടെ ഉള്ളവർ ഞാൻ ആരോട് ചോദിച്ചാൽ എല്ലാവർക്കും പറയാം സിമ്പിൾ പരീക്ഷയാണ്, എനിക്കൊന്നും പറയാനില്ല ആരുടെ മുമ്പിൽ. എന്നിട്ട് പരീക്ഷാളിൽ നിന്ന് വന്ന് ഞാൻ പരീക്ഷ റിസൾട്ട് വന്നു. 4/3/2026 എക്സാം റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നപ്പം
എൻ്റെ വൈകിട്ടായപ്പോൾ റിസൾട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഇത്ര പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കണ്ണുനീരൊരിക്കലും ഇനിയും കരയുന്ന എനിക്ക് കാണാൻ പറ്റില്ലേ, എനിക്ക് വേണ്ടി വേദന, ഞാൻ ജനിച്ച കാലം തൊട്ട് അവർ രണ്ടും വേദനിക്കുന്നതാണ്, അതിനിയും കാണാൻ പറ്റില്ലേ എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. എൻ്റെ കൂടെ ഉള്ളവർ എൻ്റെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ കൊടുത്തവരെല്ലാവരും പാസ്സായി. എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, എൻ്റെ ബാച്ചിലുള്ള എല്ലാവരും പാസ്സാകണമെന്ന്. റിസൾട്ട് വന്നു, എല്ലാവരും പാസ്സായി. മിക്കവരും വന്ന് എൻ്റെ ബാച്ചിലുള്ളവരെല്ലാം വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ ആരെന്ത് എന്നോട് ചോദിച്ചാൽ ഞാൻ ഫസ്റ്റ് എൻ്റെ പേരല്ല പറയുന്നത്, കൃപാസന മാതാവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എൻ്റെ മാതാവാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. അതെന്നും എവിടെയും വെച്ച് ഞാൻ പറയും. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം ഇവിടുന്ന് മേടിക്കും. ചങ്ങനാശ്ശേരി, വണ്ടാനം, തിരുവല്ല അവിടെയെല്ലാം ഞങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മ പറയും നിനക്ക് ആലപ്പുഴ കൊടുത്താൽ. ഞാൻ പറഞ്ഞ് ഇവിടുത്തെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പത്രം കൊടുക്കുന്ന ആലപ്പുഴ ഒരിക്കലും, ആലപ്പുഴ അറിയാവുന്ന ആൾക്കാർക്കല്ല, ഇവിടെ ദൂര സ്ഥലത്ത് കൊണ്ട് കൊടുക്കണമെന്ന്. ഞാൻ അങ്ങനെ ദൂര സ്ഥലത്ത് കൊണ്ട് കൊടുക്കും. അങ്ങനെയാണ് ചങ്ങനാശ്ശേരി. അപ്പോൾ ഓരോരുത്തർ എന്നോട് ചോദിക്കും നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവം നടന്നിട്ടുണ്ടോ എന്ന്. ഞാൻ പറയും എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ മൊത്തം പറയും. എൻ്റെ 10ാം ക്ലാസ് തൊട്ട് എൻ്റെ ഡിഗ്രി വരെ എൻ്റെ ജീവിതത്തിൽ നടന്ന മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രമേ ഞാൻ പറയല്ല. അപ്പോൾ അവർ എൻ്റെ കയ്യിൽ പത്രം മേടിക്കും. പിന്നെ കാശുരങ്ങൾ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കും. പിന്നെ ബൈബിള് വായിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു എല്ലാവരുടെ അടുത്തും. ഉടമ്പടി എടുത്തപ്പം തൊട്ട് ഞാൻ ആരെങ്കിലും എന്നോട് എല്ലാം പറഞ്ഞാൽ ആ സമയത്തൊന്നും വിട്ടത്. എൻ്റെ അമ്മയുടെ അടുത്താണ് ഞാൻ കൂടുതലും ദേഷ്യപ്പെടുന്നത്. അപ്പം എൻ്റെ അമ്മ പറയും നീ പേടിക്കണ്ട, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ഒന്നും കൊണ്ട് പേടിക്കണ്ടെന്ന് പറയും. അങ്ങനെ ഞാനിപ്പം അങ്ങനെ ദേഷ്യപ്പെടുന്നു അങ്ങനെ പരിപാടിയൊന്നും ഇല്ല. പിന്നെ എൻ്റെ ഈ ഒരു 10 രൂപയെങ്കിലും എൻ്റെ അക്കൗണ്ടിലുണ്ടെങ്കിൽ ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും മേടിച്ചു കൊടുക്കും. എൻ്റെ അമ്മ മാതാവിനും യേശുവിനും കോടാനുകോടി നന്ദി. പ്രഭാഷകൻ 17:29 കർത്താവ് തൻ്റെ അടുക്കിലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്. ജിജോമോൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ സാക്ഷ്യമാണ് നാം കേട്ടത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനം തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ ഓരോരുത്തരെയും ഉടമ്പടിയിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു സന്ദേശമാണ്. പ്രിയമുള്ളവരെ, ഒരാളിലൂടെ അനേകരെ ദൈവം അനുഗ്രഹിക്കുന്ന വലിയൊരു പദ്ധതിയാണ് മരിയൻ ഉടമ്പടി എന്നത്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ അനേകർക്ക് അനുഗ്രഹത്തിൻ്റെ അടയാളമാകുമെന്ന് അബ്രഹാത്തോട് പറഞ്ഞ അതേ വാഗ്ദാനം ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളോടും ഇന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് മെറിറ്റ് കുറവാവട്ടെ, സമ്പത്ത് കുറവാവട്ടെ, സൗന്ദര്യം കുറവാവട്ടെ, ജോലി സാധ്യത കുറവാവട്ടെ, നമുക്ക് എന്തൊക്കെയാണോ കുറവെന്ന് നാം കാണുക, ആ കുറവുള്ളിടത്തൊക്കെയും ദൈവകൃപയാൽ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതിന് ഉടമ്പടിയിൽ ചേർന്ന് നിൽക്കാം. അമ്മ മാതാവ് ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് മുഴുവൻ പ്രയാസങ്ങളും അകറ്റി നമ്മുടെ ജീവിതത്തെ ഉയർത്തും, മഹത്തരമുള്ളതാക്കും, അനേകർക്ക് അനുഗ്രഹമായി നമ്മളെ കൈമാറുകയും ചെയ്യും. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ ആത്മീയ ബോധ്യങ്ങൾക്കും ജീവിത അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷി ആദ്യമായി തന്നെ ഈ പരിശുദ്ധ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് അലീന. ഞാൻ വരുന്നത് വൈക്കം കൊട്ടാരപ്പള്ളി ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 11/10/2023 ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ ഞാൻ 2023 മെയ്യിൽ എൻ്റെ ജർമ്മൻ പഠനം പൂർത്തിയാക്കിയതാണ്. ആദ്യമായി ഞാൻ കൃപാസനത്തെ പറ്റി കേട്ടത് എൻ്റെ ചേച്ചി കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിരുന്ന ആളാണ്. ഞങ്ങൾ റിലേറ്റീവ്സ് വഴി കൃപാസനത്തെ പറ്റി കേൾക്കുകയും ചേച്ചിക്ക് വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹം ഉണ്ടായിട്ട് ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2023 സെപ്റ്റംബറിൽ ചേച്ചിക്ക് ഫ്രാൻസിൽ പോകാൻ പറ്റി. അങ്ങനെയാണ് ഞാൻ ഉടമ്പടിയെ പറ്റി അറിയുന്നത്. അങ്ങനെ ചേച്ചിയുടെ കൂടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും പ്രാർത്ഥനകളിലും ഒക്കെ പങ്കുചേർന്നുകൊണ്ട് എനിക്കും നല്ല വിശ്വാസമായിരുന്നു എനിക്ക് ഉടമ്പടി എടുത്താൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമെന്ന്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ 2023 ഒക്ടോബറിലാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തെങ്കിലും അത് കഴിഞ്ഞിട്ടും എനിക്ക് ഡേറ്റ് അടുത്തൊന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു എനിക്ക് നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് പോകണമെങ്കിൽ B2 ഫുൾ മൊഡ്യൂൾ വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ FSJക്ക് പോകാൻ. അതിനാകുമ്പോൾ എനിക്ക് B1 എങ്കിലും മതി. അങ്ങനെ ഞാൻ B1ന് ഡേറ്റ് എടുത്തു. ഏജൻറ്റ് വഴിയാണ് ഡേറ്റ് എടുത്തത്. അങ്ങനെ എനിക്ക് 3 മൊഡ്യൂളിനുള്ള ഡേറ്റാണ് കിട്ടിയത്. ഞാൻ അങ്ങനെ ആ 3 മൊഡ്യൂൾ പോയി അറ്റൻഡ് ചെയ്തു. റീഡിങ്ങും റൈറ്റിങ്ങും സ്പീക്കിങ്ങും ആയിരുന്നു എനിക്ക് കിട്ടിയ മൊഡ്യൂൾസ്. ഞാനത് എൻ്റെ ഉടമ്പടി കാശുരൂപവും
പിന്നെ എൻ്റെ നെറ്റിയിൽ തൈലമൊക്കെ പുരട്ടി പോയി അറ്റൻഡ് ചെയ്തു. എനിക്ക് തിരുവനന്തപുരത്തായിരുന്നു. ഞാൻ അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്തു. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ട് തോന്നിയില്ല, അത്യാവശ്യം എളുപ്പമായിട്ടൊക്കെ തോന്നിയേ. അങ്ങനെ തിരിച്ചു വന്നു. അപ്പോൾ മെയ് മാസമായിരുന്നു. അപ്പോൾ ഇവിടെ മെയ് മാസം വണക്കം നടക്കുന്നുണ്ടായിരുന്നു മാതാവിൻ്റെ. അതിൽ ഞാൻ ഡെയിലി പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. ഡെയിലി കൊന്ത ചൊല്ലി, 4 കൊന്തെങ്കിലും ഡെയിലി ഞാൻ ചെല്ലാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് മെയ്യിൽ തന്നെ B2 ഡേറ്റും കിട്ടി. അപ്പോൾ ഞാൻ B2 എക്സാമിൻ്റെ രജിസ്ട്രേഷന് പോയിട്ട് പിറ്റേ ദിവസം ഇവിടെ വന്ന് പത്രം വാങ്ങിക്കാൻ വന്നു. ആ മാസത്തെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ട് ഞാനും അപ്പച്ചനും കൂടി ഇവിടെ പത്രം വാങ്ങിക്കാൻ വന്നു. അപ്പോൾ അപ്പച്ചൻ നേർച്ച വസ്തുക്കൾ വാങ്ങിക്കാനായിട്ട് കൗണ്ടറിൽ നിൽക്കുമ്പോഴേക്കുമാണ് എനിക്ക് മെയിൽ വരുന്നത്, എനിക്ക് റിസൾട്ട് വന്നെന്നും പറഞ്ഞ്. ഞാനപ്പോൾ അവിടെയുള്ള കൗണ്ടറിൻ്റെ അവിടെയുള്ള മാതാവിൻ്റെ ലൂർദ് മാതാവിൻ്റെ ഗ്രോട്ടോയിൽ എൻ്റെ ഫോൺ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ മെയിൽ ഓപ്പൺ ചെയ്തു. അപ്പോൾ എനിക്ക് റിസൾട്ട് വന്നിരിക്കുന്നു. ഞാൻ അറ്റൻഡ് ചെയ്ത 3 മൊഡ്യൂളും ഞാൻ പാസ്സായി. അന്ന് തന്നെ എനിക്ക് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു എൻ്റെ B2 എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിക്കുകയും പിന്നെ എല്ലാവർക്കും കാശുരൂപം തരികയൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ എക്സാമിന് പോയി. പക്ഷേ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. എനിക്ക് B1 ഒറ്റ ഇതിൽ തന്നെ കിട്ടി. പിന്നെ അച്ഛനെ കാണാൻ പറ്റി. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു എനിക്ക് പെട്ടെന്ന് കിട്ടുമായിരിക്കുമെന്ന്. പക്ഷേ ഞാൻ അറ്റൻഡ് ചെയ്തതിൽ എനിക്ക് ആകെപ്പാടെ 1 മൊഡ്യൂൾ മാത്രമേ കിട്ടിയുള്ളൂ, സ്പീക്കിംഗ് മാത്രമേ കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ ഭയങ്കര സങ്കടമായി. ഞാൻ പിന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അന്നേരമൊക്കെ എനിക്ക് പിന്നെ പെട്ടെന്ന് ഡേറ്റൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു, എങ്കിലും എനിക്ക് പാസ്സാവാൻ പറ്റുന്നില്ലായിരുന്നു. എൻ്റെ ഈ ഓവർ കോൺഫിഡൻസ് തന്നെയാണ് കാരണമെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ ഞാൻ ഡേറ്റ് എടുത്തു, എക്സാം എഴുതിക്കൊണ്ടിരുന്നു, കിട്ടുന്നില്ല. പിന്നെ ഞാൻ ബാംഗ്ലൂർ പോകാൻ തീരുമാനിച്ചു. ഞാനും എൻ്റെ കസിനും കൂടെയാണ് പോയത്. ഞങ്ങൾ 2 പേരും ഇവിടുന്ന് 2 കെട്ട് പത്രം, കന്നഡ ഭാഷയിൽ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി. പക്ഷേ ഞങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തു. ഞങ്ങൾ 2 മൊഡ്യൂൾസിനാണ് എടുത്തത്, ലിസണിങ്ങും റീഡിങ്ങും. അത് രണ്ടും ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. എക്സാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പത്രം കൊടുക്കുന്ന കാര്യം ഓർത്തത്. അവൾ മറന്നുപോയിരുന്നു. ഞാൻ ഓർത്തെങ്കിലും എനിക്കൊരു പേടി കൊണ്ട്, ലാംഗ്വേജ് ഒന്നും അറിയത്തില്ല, എങ്ങനെ എല്ലാവർക്കും കൊടുക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പഠിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ മാതാവ് അത് കൊടുക്കുമെന്ന് തോന്നിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു നിങ്ങൾ പിന്നെ എന്തിനും കൊണ്ട് വന്ന് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൊടുത്തു. അങ്ങനെ ആൾക്കാരൊക്കെയാണല്ലോ ആരും തന്നെ ഞങ്ങളോട് വേണ്ടാന്നൊന്നും പറഞ്ഞില്ല. എല്ലാവരും ഞങ്ങൾ ഏതൊക്കെയോ ഭാഷ പറഞ്ഞു, അവരെന്നിട്ടത് വാങ്ങിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് 4 ദിവസം കൊണ്ടാണ് ബാംഗ്ലൂർ റിസൾട്ട് വരുന്നത്. അപ്പം ഞങ്ങൾ വീട്ടിൽ വന്ന് പിറ്റേ ദിവസം ഉച്ചയായപ്പോഴേക്കും റിസൾട്ട് വന്നു. അപ്പോൾ എൻ്റെ കസിൻ വിളിച്ചു, എടി റിസൾട്ട് വന്ന് നോക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴേക്കും ഞങ്ങൾ 2 പേരും 2 മൊഡ്യൂളാണ് എടുത്തിരുന്നത്. പക്ഷേ 1 മൊഡ്യൂൾ ഹിയറിങ്ങിന് ഞങ്ങൾക്ക് 2 പേർക്കും സെയിം മാർക്കിൽ ഞങ്ങൾ പാസ്സായി. അതിന് അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു ഏജൻസിയുടെ ആഡ് കണ്ടിട്ട് വിളിച്ചു. അവിടെ 2 മൊഡ്യൂൾസ് കൊണ്ട് പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അവിടെ കൊടുത്തു. അവിടെ ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ആണെന്ന്. അപ്പോൾ എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് 1 വർഷം കഴിഞ്ഞതായിരുന്നു, ഒരെണ്ണം ഈ ഏപ്രിലിൽ 1 വർഷം ആകുന്നതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഒത്തിരി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ജർമ്മനിയിൽ ജർമ്മനിയിൽ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് പോകണമെങ്കിൽ 1 വർഷത്തിന് മേളിലായ സർട്ടിഫിക്കറ്റ് കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ, വിസ റിജക്ഷൻ വരുമെന്നൊക്കെ. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ അതിന് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് 2 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. ഒരെണ്ണം എംപ്ലോയർ ഇൻ്റർവ്യൂവും അതിന് മുൻപായിട്ട് നമ്മൾ ആ എംപ്ലോയർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എലിജിബിൾ ആണോ എന്ന് നോക്കുന്ന ഒരു ഇൻ്റർവ്യൂവും കൂടെ ഉണ്ടായിരുന്നേ. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ഞാൻ ഫസ്റ്റ് അറ്റൻഡ് ചെയ്തപ്പോൾ എൻ്റെ ലാംഗ്വേജ് പോരാത്തതുകൊണ്ട് ഞാൻ ഫെയിലായി. അതിലും ഞാൻ ഉടമ്പടി കാശുരൂപവും ഉടമ്പടി നേർച്ച വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ചും പിന്നെ പച്ചത്തിരിയും നീളത്തിരിയും കത്തിച്ചൊക്കെയാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ എനിക്കത് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഇനി എനിക്കൊരു സെക്കൻഡ് ചാൻസ് തരുവാണെങ്കിൽ ഞാൻ 1000 മണി ജപമാലയും കൂടെ ചൊല്ലി പ്രാർത്ഥിച്ചോളാം, ഞാൻ പാസ്സാകുവാണെങ്കിലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് പിന്നെ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടി. ഞാൻ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി. ഞാൻ അങ്ങനെ മാതാവിനോട് പറഞ്ഞ 1000 മണി ജപമാല ഞാൻ ചൊല്ലി തീർത്തു. അത് കഴിഞ്ഞിട്ട് എംപ്ലോയർ ഇൻ്റർവ്യൂ വന്നതും ഫസ്റ്റ് ഒരു ഇൻ്റർവ്യൂ വന്നെങ്കിലും അതിൽ ഞങ്ങൾക്ക് ആർക്കും റിസൾട്ട് കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇതുപോലെ തന്നെ മാതാവിനോട് 1000 മണി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞ് ഇതുപോലെ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ എനിക്ക് റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അങ്ങനെ ഞാൻ ജാനുവരി 28 വിസയ്ക്ക് വെച്ചു.
29-ാം തീയതി വിസയ്ക്ക് വെച്ചു. അപ്പോഴും എനിക്ക് കോൺട്രാക്റ്റിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. കോൺട്രാക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അന്നേരം വരെ. VFSൻ്റെ ഡേറ്റ് എടുത്തതും ഞാൻ കോൺട്രാക്റ്റ് കിട്ടാതെയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞൊക്കെ എനിക്ക് കിട്ടിയതൊക്കെ. അങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ അവിടെ ഇരുന്ന് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ടൈമിൽ തന്നെ എനിക്ക് കോൺട്രാക്റ്റ് കിട്ടുകയും ഞാൻ അത് വെച്ചിട്ട് എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനും പറ്റി. അങ്ങനെ എനിക്ക് ഫെബ്രുവരി 28-ാം തീയതി എനിക്ക് വിസ വന്നു. അതിൽ വിസ ഉണ്ടായിരുന്നു. എനിക്ക് ഒട്ടും പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉള്ളപ്പോൾ എനിക്ക് കിട്ടുമോ എന്നൊക്കെ ഓർത്ത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അമ്മ മാതാവ് ഈശോയെ എനിക്കത് തന്നു. ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട് കാത്തിരുന്ന എൻ്റെ വിസയാണ്. എനിക്കത് അമ്മ മാതാവ് ഈശോയും തന്നു. ഈശോയ്ക്ക് അമ്മയ്ക്ക് ഒത്തിരി നന്ദി. ഏപ്രിൽ 2-ാം തീയതി പോകുവാണ് ജർമ്മനിക്ക്. നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ട് ഞാൻ പോവാണ്. ഈശോയ്ക്ക് അമ്മ മാതാവിന് ഈ അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഞാനാണെങ്കിൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് മേത്തുണ്ടായിരുന്ന അലർജി വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. ചെറുതിലെ തൊട്ടുള്ളതാണ്. എന്തിൻ്റെയാണ് കാരണമെന്നൊന്നും പ്രത്യേകിച്ച് അറിയാൻ പറ്റത്തില്ല. ചെറുതിലേക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ആശുപത്രിയിൽ പോകും, അപ്പോൾ എന്തെങ്കിലുമൊക്കെ മരുന്ന് കിട്ടും, പെട്ടെന്ന് അത് മാറും, അത് കഴിഞ്ഞ് പിന്നെയും വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ചിലർ ഇപ്പോൾ അലോപ്പതി പോകുമ്പോഴത്തേക്ക് അവർ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. അത് കഴിഞ്ഞ് ആയുർവേദത്തിൽ പോയപ്പോൾ ക്ലൈമറ്റിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഞാൻ കുറേ മരുന്ന് കഴിച്ചു. അപ്പോൾ കുറച്ച് കുറയും, അത് കഴിഞ്ഞ് പിന്നെയും കുറേ നാൾ കഴിയുമ്പോൾ പിന്നെയും വരും. അങ്ങനെ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങി. അന്നേരം എന്നും രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ നെറ്റിയിൽ തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും പിന്നെ മേത്ത് തേൻ പുരട്ടുകയും പിന്നെ ഉപ്പുവെള്ളത്തിൽ കാല് കഴുകുകയും അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് എൻ്റെ അലർജിയും മാറ്റിത്തന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഈ ഉടമ്പടി വഴി എൻ്റെ ആത്മീയ ജീവിതം എനിക്ക് ഒത്തിരി ഇമ്പ്രൂവ് ആക്കാൻ പറ്റി. എനിക്ക് ഒന്നെല്ലാം കൺസിസ്റ്റൻസി ഇല്ലായിരുന്നു. പ്രാർത്ഥിക്കാനൊക്കെ ആണെങ്കിലും കുടുംബ പ്രാർത്ഥനയിൽ തന്നെ ഒരു രഹസ്യം തന്നെ ചെല്ലാനായിട്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഇപ്പോൾ ഞാൻ ആ സ്ഥാനത്ത് എനിക്ക് എവിടെയെങ്കിലും പോകുന്ന വഴിക്കൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ കൊന്ത ചെല്ലാനും പിന്നെ എനിക്ക് ഒട്ടും പറ്റുമെന്ന് വിചാരിച്ച കാര്യമല്ല ഈ 1000 മണി ജപമാലയൊക്കെ, അതൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്നതിൽ അധികം പ്രാവശ്യം ഞാനിപ്പോൾ ചെല്ലുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ബൈബിള് ഫുള്ളായിട്ട് വായിച്ചു തീർക്കാൻ പറ്റി. ഇതൊക്കെയാണ് അമ്മ മാതാവ് വഴി ഈശോ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് ഞാനും അപ്പച്ചനും കൂടെ പത്രം വാങ്ങിക്കും. എന്നിട്ട് ഓട്ടോ സ്റ്റാൻഡിലും റോഡിലും ഒക്കെ ഉള്ള ആൾക്കാർക്ക് കൊടുക്കുമായിരുന്നു. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് അടുത്തുള്ള മേഴ്സി ഹോമിൽ പോവുകയും അവർ കാണുകയും പിന്നെ കയ്യിൽ കാശൊക്കെ ഉള്ളപ്പോൾ എന്തെങ്കിലും കൊടുക്കുകയും ചെയ്യും. പിന്നെ അല്ലാത്തപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് സഹായം ചോദിച്ചു വരുന്ന ആൾക്കാരെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കും. പിന്നെ പള്ളിയിൽ എന്തെങ്കിലും ശുശ്രൂഷകൾക്കൊക്കെ വിളിച്ചാൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്നെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. എനിക്ക് അതുപോലെ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയത് സമയം ഒരു 2:30-ക്കായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് വിസ വരുമ്പോഴത്തേക്കും 7ാമത്തെ പേജിൽ വന്നോ, 7 അല്ലെങ്കിൽ 3 ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വന്നപ്പോഴത്തേക്കും അതെനിക്ക് 7ാമത്തെ പേജിലാണ് മാതാവ് എനിക്ക് വിസ അടിച്ചു തന്നത്. ഇത്രയൊക്കെ അനുഗ്രഹം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. അവിടുന്ന് നമ്മുടെ ജീവൻ കാത്തുപാലിക്കുന്നു. നമ്മുടെ കാലിടറാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ദൈവമേ, അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു. ഞങ്ങളെ വെള്ളി എന്ന പോലെ അങ്ങ് പരിശോധിച്ചു. സങ്കീർത്തനം 66 9, 10 വചനങ്ങളാണ്. ദൈവം തൻ്റെ ജനങ്ങളെ സംരക്ഷിക്കുകയും പരീക്ഷണങ്ങളിലൂടെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. വെള്ളി തീയിൽ വെച്ചാൽ അതിലെ അശുദ്ധികൾ നീങ്ങുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ദൈവം നമ്മെ കൂടുതൽ വിശുദ്ധരാക്കാൻ അനുവദിക്കുന്ന ഓരോ സാഹചര്യങ്ങളാണ്. ഉടമ്പടിയിൽ നാം ഓരോരുത്തരും ദൈവത്തോടും പരിശുദ്ധ അമ്മയോടും വിശ്വാസത്തോടെ നമ്മുടെ ജീവിതം സമർപ്പിക്കുകയാണ്. ചിലപ്പോൾ ഉടൻ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നില്ല. ചിലപ്പോൾ ദൈവം നമ്മെ വിശ്വാസത്താൽ വളരാൻ പരീക്ഷണങ്ങൾ അനുവദിക്കാം. വെള്ളി ശുദ്ധീകരിക്കുന്നത് പോലെ ദൈവം നമ്മെ ശുദ്ധീകരിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും വിശുദ്ധീകരണവും ഒക്കെ അനുഭവിച്ചറിഞ്ഞ ഒരു മകളുടെ സാക്ഷ്യമാണ് അലീന നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. ഉടമ്പടി വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കാനുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരീക്ഷണങ്ങൾ പോലും അവസാനം അനുഗ്രഹങ്ങളാക്കി മാറ്റുന്നതാണ് ഉടമ്പടി ജീവിതം. അലീനയ്ക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് ഈ മകൾ പറയുന്നത് ഏപ്രിൽ 2-ാം തീയതി ഈ മകൾ ജർമ്മനിക്ക് പോവുകയാണ്. അത് പരിശുദ്ധ അമ്മയുടെ ഒരു ഗിഫ്റ്റായിട്ടാണ് ഇത് തന്നിരിക്കുന്നത്. കാരണം 7ാമത്തെ പേജിലാണ് വിസ അടിച്ചിരിക്കുന്നത്. ഇൻ്റർവ്യൂവിൻ്റെ സമയം 2:30 സമയമായിരുന്നു. അത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സമയമാണ്. അതിനാലാണ് ഇത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായിട്ട് തന്നെയാണ് ഈ മകൾ ഇവിടെ നിൽക്കുന്നതെന്നാണ്.
അലർജി വന്നപ്പോൾ ഉടമ്പടി വസ്തുക്കളാണ് ഉപയോഗിച്ചത്. എന്ത് ആവശ്യത്തിന് വേണേലും ഉടമ്പടി വസ്തുക്കൾ പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ സാന്നിധ്യമാണ്. നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയാണ് ഈ മക്കൾക്ക് സൗഖ്യം ലഭിച്ചത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഈശോയുടെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം.